ധന്യത്തിരുനാമത്തിന് വീണ്ടും നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ ദിവസമായ ഇന്ന് രാവിലെ മുതൽ നാം ഈ രാത്രി വരെ കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ആയിരിക്കാൻ ദൈവം അനുവദിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ആലയത്തിനകത്തും അപ്പോൾ തന്നെ ഓൺലൈനിൽ കൂടെ നമ്മോട് കൂടെ ആരാധന സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു വന്ദനവും ഈ പ്രാർത്ഥനയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം പൂർണ്ണമായും ഭാഗികമായിട്ടൊക്കെ ഉപവാസത്തിലായിരിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാവർക്കും ബലമുള്ളതുകൊണ്ടും ആരോഗ്യമുള്ളതുകൊണ്ടല്ല ഇന്ന് നാം ഉപവാസത്തിലേക്ക് വീണ്ടും വന്നത്. നമ്മുടെ ശരീരങ്ങൾ പലതും ബലഹീന ശരീരങ്ങളാണ്. ഈ കാലാവസ്ഥ മാറിയപ്പോഴും ഒക്കെ പലവിധമായ ബലഹീനതകൾ നമ്മുടെ ശരീരത്തിൽ അഴുത്തുണ്ട്. അപ്പോൾ തന്നെ മാനസികമായിട്ട് പല കാര്യത്തിലും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. നമ്മോടൊപ്പം പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കേണ്ട പ്രിയ വ്യഭിചാരിയൊക്കെ ബേത്താന്യം ശരീരമായിട്ട് ക്ഷീണാവസ്ഥയിൽ ഭവനത്തിലായിരിക്കുന്നു. പലധികം മക്കൾക്ക് നമ്മോടൊപ്പം സംബന്ധിക്കാമായിരുന്നു. വലിയ തിരക്കും പ്രയാസങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല. എങ്കിലും ദൈവസന്നിധി നമുക്ക് സന്തോഷത്തോടെ ഈ 6ാമത്തെ മാസമായ ജൂൺ മാസത്തെ ഉപവാസത്തിന് വേണ്ടി ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടുവന്ന കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കും 1000 നന്ദി. സ്വർഗത്തിലെ കർത്താവിനെ ഇന്ന് രാത്രിയിൽ കരയേറ്റിക്കൊണ്ട് നാം ഈ ഉപവാസത്തിൽ പ്രാർത്ഥനയ്ക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ മാസം ആരംഭിച്ചപ്പോൾ തന്നെ ഒരു വാഗ്ദത്ത വചനവുമായിട്ടാണ് നാം ആരംഭിച്ചത്. അത് എല്ലാ മാസവും അതുപോലെ ചെയ്തു വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നാം കണ്ടതും കേട്ടതും പണ്ട് നമ്മോട് അരുളി ചെയ്തും ആ വാക്കിനെ നാം പ്രസ്താവിക്കുക എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആശയ സമ്പുഷ്ടമായ നിലയിൽ രൂത്തിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് രാവിലെ അല്പം ചിന്തിപ്പാൻ തക്കവണ്ണം അനുവാദം ദൈവം തന്നു. ഇന്ന് രാത്രിയിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൂതാണ് നാം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നത്. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് നാം അതിനാധാരമായി എടുത്ത കർത്താവിന്റെ തിരുവചനം. ദയവായിട്ട് ഒരു പ്രാവശ്യം കൂടി വായിച്ചരാമോ പ്ലീസ്? ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടേണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. നീ വീണ്ടെടുപ്പുകാരനാണ്. നമ്മുടെ സബ്ജക്റ്റ് നിന്റെ പുതപ്പ് എൻ്റെ മേൽ ഇടണം എന്ന വാക്കാണ്. നിന്റെ പുതപ്പ് എൻ്റെ മേൽ ഇടണം, അതാണ് നമ്മൾ ചിന്തിച്ച ദൈവത്തിൻ്റെ വചനം. ആ പുതപ്പോട് ബന്ധത്തിലാണ് നമ്മൾ ഇന്ന് നാളെയൊക്കെ ആ ദൂത് ചിന്തിക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ചിന്തിച്ചു സ്തോത്രം എങ്ങനെയാണ് പുതപ്പ് വീഴുന്നതിന് മുമ്പിൽ അവരെടുത്ത ആദ്യത്തെ തീരുമാനം എന്തായിരുന്നു? നിന്റെ ദൈവം എൻ്റെ ദൈവം. ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുത്തു? സ്വർഗസ്ഥനായ സത്യദൈവമായ ഏക ദൈവമായ കർത്താവിന് കൊടുത്ത ഫസ്റ്റ് പ്രയോറിറ്റിയാണ് നിന്റെ ദൈവം. നവോമിയുടെ ദൈവം എൻ്റെ ദൈവം. അതാണ് ഒന്നാമത്തെ അവരുടെ ക്വാളിഫിക്കേഷൻ, ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യം. നമുക്ക് അതിനല്പം കൂടി വിശാലമായിട്ട് ആ ഭാഗത്തെ ചിന്തിക്കാത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് അവസരമൊരുക്കട്ടെ. നമുക്കറിയാം ബെത്ലഹേം എന്നത് അപ്പത്തിൻ്റെ വീടാണ്. അപ്പത്തിൻ്റെ വീട്ടിൽ നിന്നും കഠിന ഹൃദയവും മനസാക്ഷി മരവിക്കപ്പെട്ട ആ ദേശമായ മോബാബിലോട്ട് പോയി. അവിടെ പോയപ്പോൾ അവരുടെ മനസാക്ഷി എന്ന സന്ദേശം അവരെ കൈവിട്ട് പോയിട്ട് അവരും കഠിന ഹൃദയമുള്ളവരായി മാറി. ആ ദേശത്തെ നിവാസികളെ പോലെ തന്നെ അവരായിത്തീർന്നു കൊണ്ട് കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു പോയപ്പോൾ മരണം ആ കൂടാരത്തെ പിടിച്ചു. ആ കൂടാരത്തെ ദീർഘവർഷം ജീവിച്ചിരിക്കേണ്ട എലിമേലേക്കും ദീർഘവർഷം ജീവിച്ചിരിക്കേണ്ട മഗ്ലോനും കില്ലിയോനും ആ നഷ്ടങ്ങൾ സംഭവിച്ചു. ഒന്നുകൂടി പറയാം, പുരുഷ പ്രജകളെല്ലാം അല്ലെങ്കിൽ പുരുഷന്മാർ മുഴുവനും നഷ്ടപ്പെട്ടു പോയ ഒരു ദാരുണമായ ഗതഭാഗ്യ കുടുംബത്തിനകത്താണ് നാം രാവിലെ ദൂതെടുപ്പാൻ കാരണമായത്. ഒന്നുകൂടി ആവർത്തിക്കട്ടെ, അവ ഏറ്റവും ഫലപുഷ്ടമായ ഏറ്റവും സമാധാനപുഷ്ടമായ ദേശത്ത് നിന്നും ദൈവഹിതമിൽ 1000 തലമുറ വരെ ആലയത്തിൽ കയറാൻ പെർമിഷൻ ഇല്ലാത്ത ഒരു ദേശത്തിലേക്ക് അവർ ചേക്കേറി പോയപ്പോൾ ആലയവുമായി ബന്ധമില്ലാത്ത, നമുക്കറിയാം 1000 തലമുറ വരെ ആലയത്തിൽ കയറുമെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഏരി വരുവാച്ചാ. ഞാൻ നിങ്ങളോട് പറയണം, ഈ മേല ചർച്ചിലോട്ട് 3 മാസത്തേക്ക് ചർച്ചിൽ കയറുമെന്ന് പറഞ്ഞാൽ ജയ്സ് എന്ത് ചെയ്യും? ജയ്സ് ബസ്സിൽ വരുമ്പോൾ അങ്ങോട്ട് അങ്ങനെ ബോർഡും കാണണ്ട, ഈ പള്ളിയുടെ കാര്യം 3 മാസം കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം ഇതുപോലെയാണ് സംഭവിച്ചത്. 1000 തലമുറ വരെയും പള്ളി കയറുന്ന ദൈവം കൽപ്പിച്ചപ്പോൾ
അവർ പറഞ്ഞു പിന്നെ 1000 തലമുറ വന്നിട്ട് കയറിയാൽ മതി. ആ കൂട്ടത്തിൽ അങ്ങനെ തീരുമാനം എന്നപ്പോഴാണ് അച്ചാച്ചൻ്റെ അമ്മാമ്മ 2 കുഞ്ഞുങ്ങളുമായിട്ട് കയറി പോകുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു പള്ളിയില്ല. ഇല്ല, ഇവിടെ പള്ളിയില്ല. എന്താ പള്ളിയില്ലാത്ത കാര്യം? ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 1000 തലമുറ പള്ളിക്കകത്ത് ആണ്. ഞങ്ങൾ പള്ളി വയ്ക്കാനും പോയില്ല, പള്ളിക്കാരെ കാണാനും പോകില്ല, പുരോഹിതന്മാർ അന്വേഷിച്ചിട്ടുമില്ല. പുരോഹിതന്മാർ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ഈ ചടിച്ചിരിക്കേണ്ടി വരും. കാര്യം മോബാവർക്ക് പള്ളി കയറാൻ പെർമിഷൻ ഇല്ലാത്ത സമയത്ത് പിന്നെ പുരോഹിതന്റെ വല്ല ആവശ്യവും ഉണ്ടോ? അങ്ങനെ ആയപ്പോൾ ഈ വീട്ടുകാർക്ക് പള്ളിയില്ല, ഈ വീട്ടുകാർക്ക് ഉത്സവമില്ല, ദൈവത്തെ ന്യായപ്രമാണമായിട്ട് ബന്ധമില്ലാത്ത നിലവാരം വന്നപ്പോൾ ശുഷ്കിച്ചു പോയി. സ്പിരിച്വൽ ഡെത്ത്, ആത്മീക മരണം സംഭവിച്ചു. ആത്മീക മരണം കൂടിക്കൂടി വന്നപ്പോൾ അത് ശരീര മരണത്തിലോട്ട് പോയി വീണു. വളരെ ദുരന്തമാണ് സംഭവിച്ച വാക്ക്. ഒന്നുകൂടി ഞാൻ ആത്മാവിൽ പറയാം. ആത്മീയ കൂട്ടായ്മയ്ക്ക് ജീവനുണ്ടെന്നാണ്. ആത്മീയ കൂട്ടായ്മ ജീവിപ്പിക്കുന്നതാണ്. ആത്മീക ജീവൻ കൈവിട്ടു പോയാൽ ശരീര മരണത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന ദിവസങ്ങളാണ്. ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവസന്നിധിയിൽ ആത്മീയ കൂട്ടായ്മ സ്ഥാപിപ്പാൻ ദൈവം തന്ന ആ നല്ല അവസരത്തിന് ആ ദൈവത്തിന് ഒരു പ്രാവശ്യം സ്തോത്രം ചെയ്യാമല്ലോ. രൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം സൗന്ദര്യം എന്നാണ്. എലിമേലേക്ക് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ രാജാവാകുന്നതാണ്. അവൻ നവോമി എന്ന വാക്കിന്റെ അർത്ഥം മധുരമെന്നും ആനന്ദമെന്നാണ്. മഗ്ലോ എന്ന വാക്കിന്റെ അർത്ഥം രോഗി എന്നാണ്. അപ്പോൾ കില്ലിയോ എന്ന വാക്കിന്റെ അർത്ഥം അനാരോഗ്യമുള്ള വ്യക്തി എന്നാണ്. ഇങ്ങനത്തെ അർത്ഥം അടങ്ങപ്പെട്ട ഒരു കുടുംബം. ഒന്നൊരു പറയാം, ഈ മഗ്ലോന്റെ കില്ലിയന്റെ ഒറ്റ വാക്ക് പറഞ്ഞാൽ 2 പേര് ബലഹീന ശരീരം. എനിക്ക് അവിടെ വായിച്ചപ്പോൾ അർത്ഥമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ ദൂതാകുന്നു. ഇവിടെ ആരോഗ്യ രഹസ്യമെല്ലാം കൂട്ടായ്മയായിരുന്നു. ഒരു സ്വന്തം പറഞ്ഞാട്ടെ, പറഞ്ഞാൽ സാർ, നമ്മൾ പലരും ക്ഷീണിച്ച് ആലയത്ത് വന്നില്ലേ? വന്ന സമയത്ത് ദൂത് കിട്ടിയപ്പോൾ എങ്ങനെ പോയി പറ? കാളമണ്ടി ചുമന്ന് ഭാരവുമായിട്ട് ആലയത്ത് വന്നപ്പോൾ തിരിച്ചു പോയപ്പോൾ കുതിര ചാടുന്ന പോലെ ചാടിപ്പോകാൻ നമുക്ക് ലഭിച്ചത് ഈ ചർച്ചിനകത്ത് നിന്ന് കിട്ടിയ ദൈവശബ്ദത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഇവര് സ്വാഭാവികമായിട്ട് ബലഹീനരാണ്, സ്വാഭാവികമായിട്ട് അനാരോഗ്യമുള്ള രോഗമുള്ള ശരീരമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് നിന്നും അവർക്ക് വേണമെങ്കിൽ അവർക്ക് എന്തു പ്രഭാവം? ആത്മീയ കൂട്ടായ്മയിൽ കൂടെ രോഗത്തിന്റെ കെട്ടുപൊട്ടി അവർ സൗഖ്യം അനുഭവിക്കാമായിരുന്നു. അപ്പോൾ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആത്മീക ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. ആത്മീക ആരോഗ്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ സ്വാഭാവികമായി ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ശരീരമാണ്. അതിൻ്റെ കൂടെ ദൈവശബ്ദം കിട്ടാതെ വന്നപ്പോൾ അവരുടെ ജീവിതം പരാജയത്തിൽ വിടേണ്ടി വന്നു. അതിൻ്റെ അകത്ത് നിന്നാണ് ഒരു മോബാബി സ്ത്രീയായ രൂത്ത് പറയുന്നു, അവൻ നവോമി അമ്മാമേ അവൻ നീ ആരാധിക്കുന്ന ദൈവം ആരാണോ ആ ദൈവം തന്നെയാണ് എൻ്റെ ദൈവമെന്ന് അവൾ പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ സ്വർഗം അവരുടെ തീരുമാനത്തിന് കൈയൊപ്പിട്ടു. കരമടിച്ചെന്ന് രാത്രി പറയാമോ? അവൻ നമ്മുടെ തീരുമാനം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനമാണെങ്കിൽ, നമ്മുടെ തീരുമാനം ദൈവം ഇഷ്ടപ്പെട്ട തീരുമാനമാണെങ്കിൽ, നമ്മുടെ തീരുമാനം ദൈവത്തിന് ഹിതമുള്ള തീരുമാനമാണെങ്കിൽ എൻ്റെ ദൈവത്തിന് കൈയൊപ്പിടും കേട്ടോ. ദൈവം വാക്ക്, നീ എന്നെ സേവിപ്പാനും എന്നെ ആഗ്രഹിപ്പാനും എന്നോട് ചേർന്ന് പറ്റി സഞ്ചരിപ്പാനും അവൻ നീ താല്പര്യം കാണിച്ചത് കൊണ്ട് നീ ഒരു സാധാരണക്കാരിയായി മാറില്ല. നീ അസാധാരണമുള്ള ഒരു അഭിഷേകമുള്ളവരായി, ഇറ്റ് ഈസ് നോട്ട് എ ഓർഡിനറി ബട്ട് എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് ദൈവം മാറ്റുമെന്ന് ഇന്ന് രാത്രിയിൽ എന്നെ ദൈവമക്കളുടെ ആത്മാവിൽ പറയാ. നമ്മുടെ ആത്മീക തീരുമാനം ശക്തമാണെങ്കിൽ, ആ തീരുമാനം സ്ട്രോങ് ആണെങ്കിൽ, നിശ്ചയമായും അവൻ നമ്മുടെ ഭാവിയും ഏറ്റവും ശക്തമായ ഭാവിതലമായിരിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ അവിടെ ശക്തമായിട്ട് നോട്ട് ചെയ്ത ഒരു ദൂതാകുന്നു. ഇറ്റ്സ് എ സ്ട്രോങ് ഡിസിഷൻ എന്നാണ്. രൂത്ത് എന്ത് ചെയ്തു? ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു. എനിക്കിനി ഈ ദൈവമല്ലാതെ എനിക്ക് വേറൊരു ദൈവം വേണ്ട. അത് സ്ഥാപിക്കണമെങ്കിൽ 15-ാമത്തെ വാക്യം കൂടി വായിച്ചു വന്നെങ്കിലേ അത് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. വായിച്ചു ജയ്സേ. അപ്പോൾ അവൾ വായിച്ചോ. അപ്പോൾ അവൾ നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയി. അപ്പോൾ പിതൃ സ്വഭാവത്തിലേക്കും അല്ലെങ്കിൽ പാരമ്പര്യത്തിലേക്കും ചാർച്ചക്കാരിലേക്കും പഴയ മാമൂലിലോട്ടും പഴയ ആചാരത്തിലോട്ടും പഴയ അനുഷ്ഠാനത്തിലോട്ടും വിട്ടുവന്നെങ്കിലും വിടാതെ വണ്ണം അകത്ത് സൂക്ഷിച്ചതിലേക്ക് അവൾ മടങ്ങിപ്പോയത് കൊണ്ട് അവൾ ചാർച്ചക്കാരടുക്കലേക്കും
അവരുടെ ദേവന്മാരുടെ അടുക്കിലേക്ക് മടങ്ങി പോകുന്നതുകൊണ്ട് നിനക്കും വേണമെങ്കിൽ രൂഥേ മടങ്ങിപ്പോകാം. ഇന്ന് രാത്രി ഒരു തീരുമാനം കൂടി പറഞ്ഞ വാക്കാകുന്നു. പലരും പിന്മാറി പോകാൻ സാധ്യതയുണ്ട്. പലർക്കും പഴയ ആചാരത്തിലേക്ക് പോകാൻ താല്പര്യം കാണുമായിരിക്കും. പെന്തിക്കോസ്തിനകത്ത് വന്നതുകൊണ്ട് പല കാര്യം ചെയ്യാൻ കഴിയുന്ന തോന്നുമായിരിക്കുക. അതുകൊണ്ട് പഴയ പടിയിലേക്ക് പോകാൻ തോന്നുമായിരിക്കുക. പക്ഷേ സ്ട്രോങ് ഡിസിഷൻ ഫ്രം രൂത്ത് അവൾ ദൈവസന്നിധിയിൽ ഒരു ശക്തമായ തീരുമാനമെടുത്തു. അമ്മാമേ, ഞാൻ ചാർച്ചക്കാരെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് വിട്ട് തന്നെയാണ്. പഴയ ദൈവത്തെ വിട്ടുവെങ്കിൽ അത് വിട്ട് തന്നെയാണ്. ഇനി പഴയ മാമൂലോട്ടോ പഴയ ആചാര അനുഷ്ഠാനത്തിലേക്കോ പഴയ ദേവദേവന്മാരിലേക്കോ എന്നെ കിട്ടുകയില്ല. നീ സേവിച്ച ദൈവം ഏക സത്യ ദൈവമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. ആ ദൈവമല്ലാതെ മറ്റു ദൈവത്തടുക്ക് കുമ്പിടുകയോ നമസ്കരിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് എന്റെ സ്ട്രോങ് ഡിസിഷനാണ്, ഞാൻ എടുത്ത പുതിയ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്നും അനകിട വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അത് എന്റെ തീരുമാനമാണ്. ഇന്ന് രാത്രി ആത്മീയ ഭാഷയിൽ വെളിപ്പാട് വിളിച്ചു പറയും. ഉപവാസത്തിന്റെ 1-ാം ദിവസം 3-ാം സെക്ഷനിൽ വിളിച്ചു പറയുന്നു. ഈ രാത്രി എടുക്കുന്ന ആ ഒരു ആഴമേറിയ തീരുമാനം, ആ സ്ട്രോങ് ഡിസിഷൻ, ശക്തമായ തീരുമാനം നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു രാജകീയ പുതപ്പിലേക്ക്, ഒരു രാജകീയ ഉയർച്ചയിലേക്കാണ് അവൻ നമ്മെ കൊണ്ടെത്തിക്കുന്ന കാര്യം ഞാൻ പ്രവചിച്ചു പറയുന്നു. ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു. കരം തട്ടി റിസീവ് ചെയ്യാം. ആത്മാവിനോ ദൈവം ഇടപെടുന്നു. അവൻ ചില കുടുംബത്തോട് ശക്തമായി ആ വെളിപ്പാട് കൊൽപ്പിക്കുകയാണ്. അവൻ മറ്റുള്ളവർ മടങ്ങിപ്പോകാം, മറ്റുള്ള പിന്മാറിപ്പോകാം. അവ ഇറങ്ങിത്തിരിച്ച് ഒരുമിച്ചായി ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ അവൻ പിന്മാറിപ്പോയിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി ഈ ശബ്ദങ്ങൾ ദൈവമക്കൾ പറയുന്നു, അമ്മാമേ നീ പിന്മാറരുത്, അച്ഛാ പിന്മാറരുത്, കുഞ്ഞെ നീ പിന്മാറരുത്. ഈ ശബ്ദം ദൈവമക്കൾ പറയും പിന്മാറരുത്. അവൻ നീ പിന്മാറ പിടിച്ചു നിന്നാൽ ആ ദൈവം നിന്നെ ഉയർത്തുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ പോലെ അവൻ തോന്നാത്ത ഉയർച്ചയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി കരമടിച്ച് ആ ദൂതനെ സ്വീകരിച്ചാട്ടെ, ആ വെളിപ്പാട് സ്വീകരിച്ചാട്ടെ, ആ ദൈവ ശബ്ദം സ്വീകരിച്ചാട്ടെ, ആ പ്രവചന ശബ്ദം സ്വീകരിച്ചാട്ടെ. ദൈവം വിശ്വസ്തനാണ്. അവിടെ ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേ തന്നോടുകൂടെ പോരുവാൻ അവൾ സ്ട്രോങ്. ഇവിടെ അടിവരയിട്ടോണം. അവിടെ സ്ട്രോങ് ആയിട്ട് ആ ദൈവശബ്ദം സ്വീകരിച്ചോണം. അവൾ അത് ഉറച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാട്ടെ, പാസ്റ്ററെ, ദൈവമേ, ഞാൻ ഉറച്ചിരിക്കുന്നു. ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചിരിക്കുന്നു. സ്ട്രോങ് ഡിസിഷനാണ്. അതിനകത്ത് അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല. അതിനകത്ത് അല്പം പോലും വെള്ളം ചേർക്കാതെ ഞാൻ അതിനെ പൂർണ്ണമായിട്ട് റിസീവ് ചെയ്യുന്നു. ആമേ, അവർ രണ്ടുപേരും ആ വാക്കിനകത്ത് പൂർണ്ണമായ തീരുമാനമെടുത്തു എന്ന് പരിശുദ്ധാത്മാവ് കണ്ടപ്പോൾ തമ്പുരാന്റെ കൈയൊപ്പ് അവിടെ ഇട്ടു. ഇന്ന് രാത്രി എന്നോട് ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. അവൻ നിങ്ങളുടെ തീരുമാനം നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന നിസ്സാര ഉയർച്ചയിലേക്കല്ല. നിങ്ങളുടെ തീരുമാനം കൊണ്ടെത്തി നിസ്സാര നന്മയിലേക്കല്ല. അവൻ നിങ്ങളുടെ തീരുമാനം കൊണ്ടെത്തിക്കുന്ന നിസ്സാര അവകാശത്തിലേക്കല്ല. അവൻ ഇന്ന് വരെ സ്വപ്നം കാണാത്ത ഭാവിയിൽ, ഇന്ന് സ്വപ്നം കാണാത്ത ഇടങ്ങളിലേക്ക്, സ്വപ്നം കാണാത്ത കാമ്യമിതകത്തേക്ക് കാല് ചവിട്ടത്തക്കവണ്ണതലേ തലമുറയോട് പ്രവചിക്കാൻ ദൈവം പറയുന്നു. അവൻ തലമുറയെ ആത്മാവ് ഇടപെടുന്ന വാക്കാകുന്നു. അവൻ സ്വപ്നം കാണാത്ത ഉയർച്ചയിലേക്ക്, സ്വപ്നം കാണാത്ത നന്മയിലേക്ക്, സ്വപ്നം കാണാത്ത നന്മയിലേക്ക് സ്ട്രോങ് ഡിസിഷൻ എടുത്ത അവൻ ശക്തമായ തീരുമാനമെടുത്ത അവൻ ഹൃദയം കൊണ്ട് ഉറച്ച തീരുമാനം അവനെ ചവിട്ടിക്കേറെ പഠിപ്പിച്ചത് ഏറ്റവും ശ്രേഷ്ഠമലേക്ക്. ഓർപ്പ പിന്മാറിപ്പോകട്ടെ, അനേകർ പിന്മാറിപ്പോകട്ടെ, നമ്മോട് പിറകി തിരിച്ച് പിന്മാറിപ്പോകട്ടെ, അവൻ നമ്മോട് വന്നവർ പിറകിപ്പോകട്ടെ, നമ്മോടൊപ്പം ചേർന്നവർ മാറിപ്പോകട്ടെ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. നിന്റെ ദൈവം എന്റെ ദൈവം ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി പ്രവചിച്ച് ഞാൻ പറയുന്നു, നിങ്ങളുടെ കാൽ ചുവടുകൾ താഴോട്ട് അവന്റെ കാലുകൾ പേടമാനക്കാൾ തുല്യമാക്കി ഉന്നതികളുമേ അവൻ ചവിട്ടി 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 കേറുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്.
ആത്മാവിൽ കത്തട്ടെ, ആത്മാവിൽ കത്തട്ടെ, ആത്മാവിൽ കത്തട്ടെ, ആത്മാവിൽ കത്തട്ടെ, ആത്മാവിൽ കത്തട്ടെ, ആത്മാവിൽ കത്തട്ടെ. ആമേ സ്ട്രോങ് ഡിസിഷൻ. ആമേ എന്റെ ഹൃദയം ഉറച്ചിരിക്കുന്നു. ഞാൻ ഹൃദയത്തെ ഉറച്ചു, ഞാൻ ഹൃദയത്തെ ഉറച്ചു, രൂത്ത് ഹൃദയത്തെ ഉറച്ചു. ആമേ അത് സ്ട്രോങ് ഡിസിഷൻ ആണ്. അത് ആയമുള്ള ഡിസിഷൻ അല്ല. ആമേ കാമേ തോന്നുമ്പോഴൊക്കെ മാറുന്ന തീരുമാനമല്ല. ആമേ ഇത് സ്ട്രോങ് ആണ്. അത് സ്ട്രോങ് ആണ്. ഈ തീരുമാനം സ്ട്രോങ് ആണ്. ആമേ ഈ തീരുമാനം സ്ട്രോങ് ആണ്. ഈ തീരുമാനം സ്ട്രോങ് ആണ്. അത് ഏറ്റവും സ്ട്രോങ് ഡിസിഷൻ ആണ്. ശുഡബദബദബ രഗലഗ ഡിബലം ശമദബ ശുഡബദബ ചിദബൻ ഖനബം ചലബ. അന്തരീക്ഷം അനുകൂലമാണ് കേട്ടോ. അത്ഭുതത്തിലേക്ക് നടന്നു കയറാൻ, ഉയർച്ച നടന്നു കയറാൻ ചില മറുപടികളാണ്, ചില അത്ഭുത മറുപടികളാണ്, ചില അത്ഭുത മറുപടികളാണ്. അത്ഭുത മറുപടിയാണ്, അത്ഭുത മറുപടിയാണ്, അത്ഭുത മറുപടിയാണ്. മോവാബിന്റെ കെട്ടുപൊട്ടി, മോവാബിന്റെ കെട്ടുപൊട്ടി. ആമേ അനാഥത്വത്തിന് കെട്ടുപൊട്ടി, ആ വിധവ എന്ന് പറഞ്ഞ കെട്ടുപൊട്ടി, ആമേ ശൂന്യതയെ കെട്ടുപൊട്ടി, ദാരിദ്ര്യത്തിന് കെട്ടുപൊട്ടി, ആളും പേരുമില്ല എന്ന് പറഞ്ഞ കെട്ടുപൊട്ടി. ആമേ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെ അവകാശം എനിക്ക് വരുന്നുണ്ട് എന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു അവകാശത്തിലേക്കാണ് ഇന്ന് രാത്രി, ഈ 19ാമത്തെ രാത്രി, ഈ മാസത്തിന്റെ 10ാം ദിവസം ആത്മാവ് ഇടപെടുന്നു. അത് നീ ചവിട്ടിക്കേണ്ട അത്ഭുതത്തിലേക്കാണ്, നീ ചവിട്ടിക്കേണ്ട അത്ഭുതത്തിലേക്കാണ്, നീ ചവിട്ടിക്കേണ്ട അത്ഭുതത്തിലേക്കാണ്. നിന്റെ ആ തീരുമാനം അത്ഭുതം കൊണ്ടുവരികയാണ്, ആ തീരുമാനം ഉയർച്ച കൊണ്ടുവരികയാണ്. അവന്റെ ഭാവിയെ പോലെ ആമേ തിരുത്തുന്ന ഉയർച്ച. ഹൈ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്, ആമേ ഹൈ കെയർ വെച്ചിട്ടുണ്ട്, ആമേ ഹൈ ബ്ലെസ്സിങ്സ് വെച്ചിട്ടുണ്ട്. ഈ രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, അത് നിനക്ക് വേണ്ടി കരുതി വെച്ചത് അത് നിശാര ഉയർച്ചയല്ല കുഞ്ഞേ. ഓർപ്പയ്ക്ക് ലക്ഷ്യം തെറ്റുവെങ്കിൽ രൂത്ത് ലക്ഷ്യം തെറ്റുകയില്ല. ഓർപ്പയ്ക്ക് തീരുമാനത്തെ അയവുവരുത്തിയെങ്കിൽ രൂത്തിനെ അയവുവരുത്തത്തില്ല. ആമേ ഓർപ്പയ്ക്ക് പിന്തിരിഞ്ഞു പോകാം, പക്ഷെ രൂത്ത് പിന്തിരിഞ്ഞു പോകത്തില്ല. ആമ രൂത്ത് ആമേ പിന്തിരിഞ്ഞു പോകാത്തോടെ ഓർപ്പ പിന്തിരിഞ്ഞു പോകുക. അവള് പഴയ മാമൂലിലോട്ട്, അവള് പഴയ വെളിപ്പാമ കാഴ്ചപ്പാടിലേക്ക്, അവളെ പഴയ ദൈവങ്ങളിലേക്ക്, ആചാരത്തും അനുഷ്ഠാനങ്ങളും മേല് അവൻ ലോത്തിന്റെ ഭാര്യ പിന്തിരിഞ്ഞു പോയതുപോലെ അവൻ പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു. പക്ഷെ ഇന്ന് രാത്രി അവൻ രൂത്ത് പിന്തിരിയത്തില്ല എന്ന് ആ തീരുമാനം അവിടെ ഉയർച്ചയിലേക്ക് അവിടെ നടന്നു കയറുകയാണ്. കരങ്ങളെന്ന് ഉയർത്തി നല്ലൊരു സ്തോത്ര കർത്താവ് കൊടുത്താട്ടെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, അവൾ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്തു? ഉറച്ചു. എന്താ ഉറച്ചത്? നവോമി സേവിച്ച ദൈവം ആരാണോ ആ സെയിം ഗോഡ് എന്റെയും ഗോഡാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ആ യഥാർത്ഥ ദൈവം അവൻ നവോമി സത്യത്തിലും ആത്മാവിലും ആരാധിച്ച, സ്വർഗത്തെ ഭൂമി ഉണ്ടാക്കിയ, അഖിലാണ്ട സൃഷ്ടിതാവും നിർമ്മിതാവുമായ, സകലത്തെ വാക്കുകൊണ്ട് ഉണ്ടാക്കിയതായ, അവയെ സകലത്തെ കടത്താഴികൾ അവയെ വരച്ചു വച്ചിരിക്കുന്നവനായ എന്റെ ദൈവം തന്നെയാണ് ആ യഥാർത്ഥ ദൈവം. ആ ദൈവ രൂത്തിന്റെ ദൈവം എന്ന് രൂത്ത് തീരുമാനിച്ചു. ഈ രാത്രി ഒന്നുകൂടി ആത്മാവിൽ പറയുന്നു, തീരുമാനം ഉറപ്പുണ്ടോ? നടക്കാൻ പോകുന്നത് ഒരു ഉയർച്ചയിലേക്ക് നടക്കാൻ പോകുന്ന വാക്ക്. ഞാനതിനെ അല്പം കൂടി വിശാലമാക്കി നിങ്ങൾക്ക് പറയാം. വായിക്കും, അടുത്ത വാക്കൊന്ന് വായിച്ചു തരണം. ഞാൻ പറഞ്ഞ വാക്ക് വായിക്കണം. 19ാമത്തെ വാക്യം വായിച്ചു. 19ാമത്തെ വാക്യം. ഒന്ന്, അവൾ എടുത്ത തീരുമാനം ഉറച്ച തീരുമാനം ദൈവം. രണ്ടാമത്തെ തീരുമാനത്തിലേക്ക് വരാം. 19ാമത്തെ വാക്യം. അങ്ങനെ അവർ രണ്ടുപേരും ബത്ലഹേം വരെ നടന്നു. അങ്ങനെ നടന്നു. നമ്മൾ നോട്ട് എഴുതുന്നെങ്കിൽ പറയണം, ഉയർച്ചയിലേക്കും ആശ്വാസത്തിലേക്കും അത്ഭുതത്തിലേക്കും നടന്നു. ഒരു പുതിയ പേജിലേക്ക് അവൾ, ഒരു പുതിയ മിറക്കിലോട്ട്, അങ്ങനെ തന്നെ എഴുതാം. ഒരു പുതിയ മിറക്കൽ, സന്നൂ മിറക്കൽ, ഒരു പുതിയ അത്ഭുതത്തിലേക്ക് എന്ത് ചെയ്യുക? നടന്നു. ആരാ? അവർ ഇരുവരും. എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ആരൊക്കെയാണ്? ദൈവത്തെ കാണിച്ചു കൊടുത്ത അമ്മായിയമ്മയും ദൈവത്തെ കണ്ട മരുമകൾ. അങ്ങനെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ദൈവത്തെ കാണിച്ചു കൊടുത്ത അമ്മായിയമ്മയും പറഞ്ഞ്. അവിടെ ഒരു വെളിപ്പാട് ഞാൻ പറയട്ടെ. ദൈവത്തെ നമ്മൾ കാണിച്ചു കൊടുത്തുവെങ്കിൽ, നമ്മൾ കൂടെ ദൈവത്തെ കണ്ടുവെങ്കിൽ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കും. കാര്യം മനസ്സിലാകും. ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ഞാൻ ശ്രദ്ധിക്കണം. ഞാൻ ദൈവത്തെ പാസ്റ്റർ ക്രിസ്റ്റഫർ എന്ന വ്യക്തിയായി ഞാൻ
ദൈവത്തെ കണ്ടു, ദൈവത്തെ അനുഭവിച്ചു, ടേസ്റ്റ് ചെയ്തു. എന്നിൽ കൂടെ വേറൊരു വ്യക്തി കൂടെ ദൈവത്തെ കണ്ടുവെങ്കിൽ, ഒരു നവോമിയിൽ കൂടെ ഒരു രൂത്ത് ദൈവത്തെ കണ്ടുവെങ്കിൽ, ആമേ, രൂത്തും നവോമിയും ഒരുമിച്ച് അത്ഭുതത്തിലേക്ക് നടന്നു എന്നാണ് ആ ദൂത്. കരങ്ങളെ അടിച്ചൊന്ന് സ്വോത്രം പറഞ്ഞോ. കാര്യങ്ങൾ അടിച്ച് കർത്താവ് സ്വോത്രം പറഞ്ഞോ. കാര്യങ്ങൾ അടിച്ച് സ്വോത്രം പറയണം. ആ വെളിപ്പാട് അതുപോലെ എടുക്കണം. അതിനകത്ത് ഒരു ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ദൂത് അതുപോലെ സ്വീകരിച്ചാൽ മതി. പറഞ്ഞു അതിശക്തമായ വെളിപ്പാടാണ് ദൈവം ഇറക്കുന്നത്. വെളിപ്പാട് ദൈവീയ വെളിപ്പാട്, നിസാര വെളിപ്പാടല്ല, അത്ഭുത വെളിപ്പാട്. നോട്ട് എഴുതിക്കൊണ്ട് ആ വെളിപ്പാട് എഴുതി വെച്ചോ. 19/6/2026 ആ വെളിപ്പാട് ഇറങ്ങി വരുന്നു. ദൈവത്തെ കണ്ട അവൻ നവോമിയെയും ദൈവത്തെ കാണിച്ചു കൊടുത്ത, അല്ലെ നവോമി ദൈവത്തെ കണ്ട ആമേ രൂത്തും ഒരുപോലെ ഒരുപോലെ നടക്കുന്നു. ഞാൻ ആത്മാവിൽ വെളിപ്പെട്ട് പറയട്ടെ, 2026 6 മാസം ഞാൻ പ്രവചിക്കുമ്പോൾ 2026 7ാമത്തെ മാസം ദൈവത്തെ അനുഭവിച്ചവരും ദൈവത്തെ അനുഭവിക്കാൻ പ്രേരിപ്പിച്ചവരും ഒരുപോലെ 7ാമത്തെ മാസത്തിലോട്ട് അത്ഭുതത്തിലേക്ക് നടന്ന് കയറുകയാണ്. മോവാബിന്റെ കഠിനമായ വെല്ലുവിളി നിന്ന്, മോവാബിന്റെ പരാജയത്തിൽ നിന്ന്, മോവാബിന്റെ തകർച്ചയിൽ നിന്ന്, മോവാബിന്റെ ലംഘനത്തിൽ നിന്ന്, മോവാബിനെ നിരോധിക്കപ്പെട്ട പട്ടണം പോൽ വെച്ചിരിക്കുന്ന അവിടെ നിന്ന് ഒരു ബെത്ലഹേം എന്ന അപ്പത്തിന് വീട്ടിലോട്ട്, ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയിലോട്ട്, താഴ്ചയിൽ നിന്നും ഉയർച്ചയിലോട്ട്, അവൻ തകർച്ചയിൽ നിന്നും ഉയർച്ചയിലോട്ട്, അവൻ നന്മയിലേക്ക്, തിന്മയിൽ നിന്ന് നന്മയിലോട്ട്, അവൻ സത്യദൈവത്തിന്റെ അടുക്കിലേക്ക്, മിഥ്യദൈവത്തിന്റെ അടുക്കുന്നു സത്യദൈവത്തിന്റെ അടുക്കിലേക്ക്, താഴ്ചയിൽ നിന്നും ഉയർച്ചയിലോട്ട്, അവൻ വിലാപത്തിൽ നിന്ന് അവൻ ഉല്ലാസത്തിലേക്ക് കരമടിച്ചു പറഞ്ഞു. ദൈവാത്മ ഇന്ന് രാത്രി ഇടപെടുകയാണ്. നടക്കാൻ പോകുകയാണ്. അപ്പനും അമ്മയും നടക്കുന്ന പോലെ, ഭാര്യ ഭർത്താവ് നടക്കുന്ന പോലെ ഇതാ വാഗ്ദത്തം പ്രാപിപ്പാൻ നടക്കുകയാണ്. ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞു, ആമേ, ഞാൻ നടക്കുന്നത് മോവാബിലോട്ടല്ല, ആമേ, ഞാൻ നടക്കുന്നത് ബെത്ലഹേമിലോട്ടാണ്. ആമേ, താഴ്ചയിൽ നിന്ന് തകർച്ചയിൽ നിന്ന് ആമേ ഉയർച്ചയിലേക്ക് നടക്കുകയാണ്. മോവാബിൽ നിന്നും ബെത്ലഹേം നടക്കുകയാണ്. കുഞ്ഞെ, നീ പരാജയപ്പെടില്ല കേട്ടോ. ആമേ, കുഞ്ഞെ, നീ പുറകോട്ട് പോകത്തില്ല. ആമേ, നീ മുന്നോട്ടാ പോകാൻ പോകുന്നത്. നീ ജയിച്ചു കയറാൻ പോകുകയാണ്. നീ പുരാണ ശൂന്യ പണിയാൻ പോകുകയാണ്. നീ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. നിന്നെ കൂടി അത്ഭുതം കാണാൻ പോകുകയാണ്. അനേകം നിന്നെ കണ്ട് അതിശയിക്കാൻ പോകുകയാണ്. ആ രീതിയിലോട്ടാണ് മോവാബിന്റെ പരാജയത്തിൽ നിന്ന്, അവൻ മരണത്തിന്റെ മോവാബ്, അനേകരെ കൊന്ന മോവാബ്, അനേക യൗവനക്കാരെ മുടിച്ചു, അനേക പുരുഷനെ മുടിച്ചത് അത് ഒരു റിന്യൂവേഷനിലേക്ക്, ഒരു പുതുക്കത്തിലേക്ക്, ഒരു പുതുമയിലേക്ക്, ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ കത്തട്ടെ. ആ ദൂത് പ്രകാശിക്കട്ടെ. അവൻ ഞാൻ നിങ്ങൾക്ക് ആരാധിക്കാൻ അനുഭവം തരികയാണ്. ആരാധിക്കാൻ സ്വന്തം നൽകുകയാണ്. ആരാധിച്ചോ. ആ വെളിപ്പാട് കളയണ്ട. അല്പസമയം മുമ്പോട്ട് പോയാൽ ഇന്ന് രാത്രി വിടുവിച്ച് എഴുന്നേൽക്കാവ്. അവ വിടുതൽ പ്രാപിച്ച് എണ്ണിക്കാവ്. അത്ഭുതം കണ്ട് എണ്ണിക്കാവ്. വിടുതൽ പ്രാപിച്ച് എണ്ണിക്കാവ്. ആ ദൂത് പ്രാപിച്ച് എണ്ണിക്കാവ്. അമ്മായിയമ്മ മരുമോള് ബെത്ലഹേമിലേക്ക് നടക്കുകയാണ്. അവ എടുത്ത തീരുമാനം ശരിയായിരുന്നു. ആ തീരുമാനം തെറ്റായി പോയില്ല. ഓർപ്പെടുത്ത തീരുമാനം തെറ്റായിരുന്നു. പക്ഷെ രൂത്തത്തെ തീരുമാനം തെറ്റായില്ല. അമ്മാമേ, നീ ഇന്ന് രാത്രി ഉപവസിക്കുന്ന തെറ്റല്ല. ആമേ, പിതാവേ, ഉപവസിച്ച് തെറ്റല്ല. കുഞ്ഞെ, നീ ഉപവസിച്ച് തെറ്റായില്ല. ഈ ഉപവാസം നിനക്ക് വേണ്ടി ഒരു വിടുതലാണ്. അവൻ നീ ഇന്ന് രാത്രി തമ്പുരാന്റെ അടുക്ക വന്നത് വിടുതലിന് വേണ്ടിയാണ്. നീ അടുക്കുവന്ന അത്ഭുതത്തിന് വേണ്ടിയാണ്. നീ വിടുതൽ കത്തുന്നു കേട്ടോ. എനിക്കറിയാം ഇന്ന് രാത്രി അധ്യായം തുറക്കുന്നു. അവൻ ചിന്താമണ്ഡലത്തിൽ അത്ഭുതം തുറക്കുന്നു. ആത്മമണ്ഡല അത്ഭുതം.
ഓ അത്ഭുതം, അത്ഭുതം. അപ്പത്തിന്റെ വീട്ടിലോട്ട് നടക്കുന്ന ഒരു അമ്പലം. അവൻ രണ്ടുപേർ ഈ രാത്രി ഞാൻ പ്രവചിക്കുന്നു, അവൻ നടക്കാൻ പോകുകയാണ്. അപ്പത്തിന് വീട് നടക്കാൻ ഇനി വിശക്കില്ല, നീ ദാഹിക്കത്തില്ല, നിന്റെ മുട്ടുകൾ മാറുകയാണ്, ദാരിദ്ര്യം മാറുകയാണ്, കടഭാരം മാറുകയാണ്, നീ ഇല്ലായ്മ എന്ന് പറയുന്നത് മാറാൻ പോകുകയാണ്. അവൻ കയ്യിലൊന്നുമില്ല, വീട്ടിലൊന്നുമില്ല, ശൂന്യമാ വാക്ക് പറയുന്നത് നിർത്താൻ പോകുകയാണ്. ആ കടങ്ങൾ നിർത്താൻ പോകുകയാണ്, ആ ഞരക്ക് നിർത്താൻ പോകുകയാണ്, ആ പരാതി നിർത്താൻ പോകുകയാണ്, ഇല്ലായ്മ നിർത്താൻ പോകുകയാണ്. ദൈവം നിറവിലോട്ട്, ദൈവം അത്ഭുതത്തിലോട്ട്, ദൈവം ഉയർച്ചയിലോട്ട്, ദൈവം വിശാല സ്ട്രോങ് ആണ്, ഡിസ്റ്റൻസ് സ്ട്രോങ് ആണ്. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അവളുടെ ഡിസിഷൻ സ്ട്രോങ് ആയിരുന്നു. രണ്ട്, അവൾ അംബിഷനും സ്ട്രോങ് ആയിരുന്നു. അവളുടെ അംബിഷൻ, അവളുടെ ആഗ്രഹം സ്ട്രോങ് ആയിരുന്നു. ഓർത്തോണം, ആഗ്രഹം സ്ട്രോങ് ആയപ്പോൾ നടപ്പിന്റെ വേഗത കൂടി. മനസ്സിലാകുന്നുണ്ടോ? നടപ്പിന്റെ വേഗത കൂടി. ഞാൻ പറഞ്ഞു, ഓർത്തോണം, അവൾ പറഞ്ഞു നിന്റെ ദൈവം അവ എന്റെ ദൈവമാണ്. അതുകൊണ്ട് അവർ തമ്മിൽ നടക്കാൻ തുടങ്ങി. ആ നടപ്പ് കൊണ്ടെത്തിച്ചത് ബെത്ലേഹേം എന്ന് പറഞ്ഞാൽ അവക്കൊരു തീരുമാനമുണ്ടായിരുന്നു. ഞാൻ നിമിത്തം, അവ എൻ്റെ ദൈവം നിമിത്തം ഞങ്ങളുടെ അനാഥത്വം മാറും, ഞങ്ങളുടെ ഇല്ലായ്മ മാറും, ഞങ്ങളുടെ കയ്യിലും വീട്ടിനകത്തും അനുഭവിച്ച പരാജയം മാറും. ആ തീരുമാനമായിരുന്നു അവിടെ നടക്കാൻ. ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നടപ്പ് ലക്ഷ്യത്തിലേക്കായിരിക്കും നടക്കുന്ന. സ്തോത്ര മനസ്സിലാക്കണം. ഞാൻ ഒന്നുകൂടി പറയട്ടെ, മനസ്സിലായ ഒരു നാമയം പറഞ്ഞാൽ മനസ്സിലായെങ്കിൽ ഞാനൊന്നുകൂടി ആവർത്തിക്കാം, ആ പദങ്ങൾ ആവർത്തിക്കാം. ആ പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ആ വെളിപ്പാട് ഞാൻ എടുക്കുന്ന വാക്ക് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. അവിടെ തീരുമാനം സ്ട്രോങ് ആണ്. വെരി ഗുഡ് ഡിസിഷൻ ആയിരുന്നു, നല്ല തീരുമാനമായിരുന്നു. ദെൻ അവിടെ അംബിഷൻ, അവിടെ ആഗ്രഹം സ്ട്രോങ് ആയിരുന്നു. ഈ ആഗ്രഹം സ്ട്രോങ് ആയപ്പോൾ അമ്മയോട് പറഞ്ഞു, ഞാൻ ആത്മാവിൽ പറയാണ്, എനിക്കൊരു ആഗ്രഹമുണ്ട്. അമ്മയോട് പരിശുദ്ധാൻ പറഞ്ഞു, ആഗ്രഹം സഫലമാകുന്നു മോബാവിൽ വെച്ചല്ല, ആഗ്രഹം സഫലമാകുന്നത് നീ പുറപ്പെട്ടു വന്ന അവയെ പണ്ട് നിന്ന ഇടത്തേക്കുണ്ട്. ബെത്ലേഹേമാണ് നിന്റെ ആഗ്രഹത്തെ സഫലമാക്കി തരാൻ പറ്റിയ സ്ഥലം. ഈ രാത്രി എല്ലാ അനുഗ്രഹം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന, എല്ലാ അവകാശം പൊതിഞ്ഞിരിക്കുന്ന അത് ബെത്ലേഹേമാണ്. ഈ രാത്രി ദൈവം പറിച്ചു നടുന്ന ചില കുടുംബത്തെ ഞാൻ പരിശുദ്ധാത്മ കാണുന്നു. ദൈവം പറിച്ചു നടാൻ പോകുകയാണ്. അവയെ ശൂന്യത നിന്ന് ഒരു നിറവിലോട്ട് ദൈവം പറിച്ചു നട്ട് അതിന് ബെത്ലേഹേമാണ് പറ്റിയ സ്ഥലം. കേട്ടോ, ഏറ്റവും മേത്തരമായ സ്ഥലം അത് ബെത്ലേഹേമാണ്. നീ എവിടെ നിന്ന് വീണെന്ന് ഓർത്തിട്ട് അവ എഴുന്നേറ്റ് ആദ്യത്തെ പ്രബന്ധിച്ചായി അവിടെ തുടങ്ങുന്നു നിന്റെ ഉയർച്ച. നിന്റെ ഉയർച്ച അവിടെ തുടങ്ങുകയാണ്. തലമുറയെ പറിച്ചു നടും. കേട്ടോ, എന്റെ കുടുംബത്തെ പറിച്ചു നട്ട് ബെത്ലേഹേമിൽ ഒരു സ്ഥിരവാസിയായി നിൽക്കത്തക്കവണ്ണം ബെത്ലേഹേമിൽ സ്ഥിരമായി പാർക്കത്തക്കവണ്ണമുള്ള ഒരു അത്ഭുത ചലനങ്ങൾ നിങ്ങൾ ആ വാക്ക് ജയിച്ചു ഒന്നൊരു വായിച്ചോ. 19ാമത്തെ വാക്യം ഒന്നൊരു വായിച്ചോ. വായിച്ചോ. അങ്ങനെ അവർ രണ്ടുപേരും ബെത്ലഹേം വരെ നടന്നു. അപ്പൊ ഇവിടെ എനിക്ക് ഓരോ വാക്കുകൾ അങ്ങ് ദൂതായിട്ട് വരികയാണ്. അവർ ഇരുവരും എന്ന് പറഞ്ഞാൽ നവോമിക്കകത്തിരിക്കുന്ന ദൈവവും നവോമി കൊടുത്ത് രൂത്തിന്റെ അകത്തിരിക്കുന്ന ദൈവവും രണ്ട് ദൈവമല്ല, ഒറ്റ ദൈവമായിരുന്നു. രണ്ട് ദൈവം ഉണ്ടായിരുന്നു. ആർക്കാ? ഓർപ്പയ്ക്ക്. അവൾ പോയി. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ദൈവം. ഒരാമൻ പറഞ്ഞേ, അവർക്ക് രണ്ടുപേർക്കും ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രേഷ്ഠ ദൈവം, ഏക സത്യ ദൈവം, സകലത്തിന് കാരണബോധനും സകലത്തിനും ലാക്കുമായ കർത്താവ് ഇവരാകത്ത് പറഞ്ഞു, നവോമി ബെത്ലേഹേം, നവോമി ബെത്ലേഹേം, ആമേ രൂത്തെ ബെത്ലേഹേം. അപ്പോൾ രണ്ടുപേരും ഞാനങ്ങ് ഭാവന പറയാണ്, രാത്രി കിടന്നോ ബെത്ലേഹേം ടു കം ബാക്ക്, നീ പുറത്തു പോ, നീ പുറകോട്ട് പോ. എങ്ങോട്ടാ? നീ വിട്ടുവന്നിടത്തേക്ക്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പറയാണ്, അമ്മാമേ ബെത്ലേഹേം എന്ന പേര് എനിക്ക് ദൈവം. അപ്പോൾ പറഞ്ഞു, അമ്മായി പറയും, മോളെ എന്നോട് കഴിഞ്ഞ രാത്രി പരിശുദ്ധാൻ പറഞ്ഞു
നീ ബെത്ലഹേമിലേക്ക് പോകാൻ. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഒരു നിയോഗം, ഇൻസ്പിറേഷൻ എൻ്റെ അകത്ത്. ബെത്ലഹേം 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 ബെത്ലഹേം. എന്താ കാര്യം അറിയാമോ? രണ്ടുപേർക്കും ഒരുപോലെ ഒരു തീരുമാനം വന്നത്. രണ്ടുപേരുടെ ദൈവം ഒരു ദൈവമാണ്. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. തീരുമാനം ഒരുപോലെയാണെങ്കിൽ, ആമേ, ഒരേ ദൈവ സാന്നിധ്യം ഒരുപോലെ അനുഭവിക്കുന്നുവെങ്കിൽ രണ്ട് തോഴ്സ് അവിടെ വരത്തില്ല, രണ്ട് ചിന്ത അവിടെ വരത്തില്ല, രണ്ട് അഭിപ്രായം വരത്തില്ല. രണ്ടഭിപ്രായം വന്നെങ്കിൽ നവോമി പറയും, ഞാൻ പോകുന്നു ബെത്ലഹേം. രൂത്ത് പറയും, നിങ്ങൾ പോക്കോ, എൻ്റെ ജന്മനാടായ മോവാബിനെ നിൽക്കത്തു പറയാ. പക്ഷെ രണ്ടുപേരുടെ അകത്ത് ഒരു പുരോഗമന, ആമേ, ഒരു പ്രോഗ്രസ് മൈൻഡ് കൊടുത്തത് സർവശക്തനാ ദൈവമാണ്. ഞാൻ ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നു, ആമേ, പിതാവിന്റെ അകത്ത് ലഭിച്ച വെളിപ്പാട് അതേ മകന്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. അമ്മയുടെ അകത്ത് വെളിപ്പെട്ട അതേ വെളിപ്പാട് മകന്റെ അകത്ത് വന്നിട്ടുണ്ട്. ആ അമ്മായിയപ്പൻ അമ്മായിയോട് പറയുന്നു, ആ മരുമക്കളുടെ അകത്ത് വെളിപ്പെട്ട അതേ വെളിപ്പാട് നിന്റെ അകത്ത് വെളിപ്പെട്ട അതേ ആവശ്യം ആ മരുമക്കളുടെ അകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പുരോഗമനത്തിനും നിന്റെ അഡ്രസ് മാറുന്നതിന് വേണ്ടി ബെത്ലഹേമാണ് ഏറ്റവും സൂട്ടബിൾ പ്ലേസ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രിയിൽ, എനിക്കറിയത്തില്ല, ഞാൻ വേറെ 2-3 നോട്ട്സ് എൻ്റെ അകത്ത് വന്നു. അത് ശുശ്രൂഷിക്കണം പറഞ്ഞാൽ ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ അകത്ത് ഈ വെളിപ്പാട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഞാൻ പെട്ടെന്ന് ഒരു 6 പോയിൻ്റ് എൻ്റെ അകത്ത് വന്ന നിയോഗം ഞാനത് കുറിച്ച്. അതിൽ ഒന്നാമത്തെ നിയോഗമാണ്, അവർക്ക് ലഭിച്ച സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റി. സ്ട്രോങ് അംബിഷൻ. സ്വത്ര അവർക്ക് എന്ത് ലഭിച്ചു? ഒരു സ്ട്രോങ് ഡിസിഷൻ വന്നു. എങ്ങനെ കിട്ടി? അത് ദൈവത്താൽ കിട്ടി. 2, ആ സ്ട്രോങ് ഡിസിഷൻ എന്തിലേക്ക് വന്നു? ഒരു സ്ട്രോങ് അംബിഷൻ, മീൻസ് ഒരു ശക്തമായൊരു ആഗ്രഹത്ത് വന്നു. എന്താഗ്രഹം? ഞാൻ വിധവയാണ്, ഞാൻ എൻ്റെ കയ്യിൽ കാശില്ല, ആകാരം എനിക്ക് ആവശ്യമാണ്, പാർപ്പിടം ആവശ്യമാണ്, പക്ഷേ എനിക്ക് അത് തിരിച്ചു പിടിക്കാൻ പറ്റും. ഞാൻ ബലഹീന സഹോദരിയാണെങ്കിലും എൻ്റെ അകത്തൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവ് പറയാം, ആഗ്രഹമില്ലാത്തവരാരും ഈ സന്ദേശം കേൾക്കുന്ന എനിക്കറിയാം. പുരോഗമന ആശയമില്ലാത്തവരാരും ഈ സന്ദേശം എനിക്കറിയാം. നിങ്ങളുടെ അകത്തൊരു പുരോഗമന മൈൻഡുണ്ട്, നിങ്ങളുടെ അകത്തൊരു ഭാഷയുണ്ട്. ഈ 2026 കഴിയുമ്പോൾ തന്നെ എനിക്ക് ഉയർച്ച പ്രാപിക്കാൻ ആശയമുണ്ട്. അത് നടത്തി തരാൻ തക്കവണ്ണം ദൈവത്തിന് പറ്റുമെന്ന് പറയാന് ഈ ദൂതന്റെ കയ്യിലേക്ക് തന്നത്. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. നിങ്ങളുടെ അകത്തെ ആഗ്രഹത്തെ, ആഗ്രഹം സ്ട്രോങ് ആണെങ്കിൽ ആ സ്ട്രോങ് ആഗ്രഹത്തെ ദൈവം ശബലമാക്കി തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അടുത്ത വാക്ക് വായിച്ച് ബേട്ട പറയാം. അവർ ബെത്ലഹേമിൽ എത്തിയപ്പോൾ ആ വാക്ക്, ദൈവം നിയോഗമുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ, ആ വാക്ക് ഓർത്തണം. ഒരു ചെറിയൊരു സംശയമുണ്ട് ഈ നവോമിക്കുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയത് ആനന്ദമായിട്ടും മധുരമായിട്ടാണ് ഞാൻ പോയത്. തിരിച്ചു വരുമ്പോൾ ഞാൻ ഏകാഗിയായിട്ട് വരുന്ന വാക്ക്. അതുകൊണ്ട് നാട്ടുകാരെന്നെ എന്ത് പറയും? ഭർത്താവിനെ കൊന്നവളും മക്കളെ കൊന്നവളുമായ കൊലപാതകി എന്ന് എന്നെക്കുറിച്ച് നാട്ടുകാരെ വിളിക്കുമെന്നൊരു പേര് വന്നു. ആ പേര് വന്നത് അകത്തൊരു ചിന്ത വന്നു. ആ ചിന്തയിൽ നിൽക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. തിരിച്ച് ഞാൻ ബെത്ലഹേമിൽ പോയാൽ എന്ത് സംഭവിക്കാൻ പോകുമെന്ന് ഒരു പിടുത്തമില്ല. പക്ഷേ ഉടനെ സകല ധനബൗഡമ ആമെ പോയതിനെക്കാട്ടും സ്ട്രോങ് ഡിസിഷനുമായിട്ട് അമ്മയും മരുമകളും മടങ്ങി വന്നപ്പോൾ അവിടെ വാക്ക് വായിച്ചത്, അവർ ദൈവം പറഞ്ഞ, ദൈവം ചിന്തിപ്പിച്ച, ദൈവം പ്രേരണ കൊടുത്ത, ദൈവം കാട്ടിക്കൊടുത്ത, ദൈവം ഇടപെട്ട ആ ബെത്ലഹേമിൽ എത്തിയപ്പോൾ ഈ രാത്രി ഞാൻ പ്രവചിച്ചു പറയട്ടെ, എത്തുമെന്ന് പറഞ്ഞു പോകാനല്ല ഞാൻ ഈ ദൂത് സംസാരിക്കുന്ന വാക്ക്. നിന്നെ എത്തിക്കും അവിടെ എന്ന് പറയാനാ. അത് എനിക്ക് ആ ദൂത് പറഞ്ഞ വാക്ക്. പറഞ്ഞ വെളിപ്പാട് ദൈവം സബലമാക്കുമെന്ന് സ്ട്രോങ് ആയി ഞാൻ പറയുകയാണ്. എനിക്ക് അല്പം പോലും ദൂത് പറയാൻ സംശയമില്ല. ഈ ദൂത് ശുശ്രൂഷിക്കാൻ അല്പം പോലും സംശയമില്ല. ഞാൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൽ പറയുന്നു, പറഞ്ഞ വാഗ്ദത്തം, പറഞ്ഞ സ്ഥലം അവിടെ കൊണ്ട് എത്തിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം എത്തിക്കുമെന്ന് ഞാൻ
100% ഈ വിശുദ്ധ സാക്ഷിയെ നിർത്തിക്കൊണ്ട് ആ ദൂത് സ്ഥാപിച്ചു പറയുന്നു. തലമുറയോട് പറഞ്ഞ, കുടുംബത്തോട് പറഞ്ഞ, അത് സഭയോട് പറഞ്ഞ ആ വാഗ്ദത്തങ്ങൾ എന്റെ ദൈവം നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. ആമേൻ. നാട്ടുകാരെന്തു പറയുമെന്നോ വീട്ടുകാരെന്തു പറയുമോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. ദൈവം നിന്നോട് എന്ത് പറഞ്ഞുവെന്നാണ് വിഷയം. ഞാൻ ആവർത്തിച്ചൊരു പ്രാവശ്യം പറയാം. നാട്ടുകാരും വീട്ടുകാരും ചാച്ചക്കാരും സ്നേഹിതരും എന്ത് പറഞ്ഞുവെന്ന് നെവർ മൈൻഡ്, അത് ചിന്തിക്കേണ്ട. അതല്ല നമ്മുടെ വിഷയം. എൻ്റെ ദൈവം എന്നോട് എന്തു പറഞ്ഞു എന്ന വിഷയം. സ്വത്രം. ഇന്ന് രാത്രി ഇതിനെ പറയാ, ദൈവം പറഞ്ഞ കാര്യം ദൈവം ചെയ്യും. ദൈവം പറഞ്ഞ കാര്യം ദൈവം ചെയ്തില്ലെങ്കിൽ ദൈവം ദൈവമാകത്തില്ല. അതുകൊണ്ട് ദൈവം സത്യവാൻ വിശ്വസ്തനുമാണെങ്കിൽ അവൻ പറഞ്ഞ കാര്യം പറയാത്തക്കവണ്ണം പ്രാർത്ഥന ദൈവമാണെന്ന് അവൻ തെളിയിക്കത്തക്ക നിലയിൽ ദൈവം അടയാളത്തോളം മറുപടികൾ ദൈവം കൊണ്ടെത്തിക്കുന്നു. അവർ തിരിച്ച പുതൽ അവര് കാൽമുട്ടിനെയും അവർ സംരക്ഷണം കർത്താവ് കൊടുത്ത് അവര് ബെത്ലേഹേമിലെത്തി. മോവാബിൽ നിന്നും അവര് ബെത്ലേഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഒരാമൻ പറ. എനിക്ക് നിന്നങ്ങ് പ്രസംഗിക്കണമെന്നുണ്ട്. എനിക്ക് കഴിയുന്നിടത്തോളം ഈ 3 അധ്യായം പൂർണ്ണമായി പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പം സ്പീഡാക്കിയത്. എനിക്കറിയത്തില്ല സ്പീഡാകുന്നില്ലെന്ന് തോന്നുന്നു. അവർ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, നാട്ടുകാർ എന്തു പറയുന്നൊരു പേടി അകത്തുണ്ടായിരുന്നു. കേട്ടോ അച്ഛാ? വീട്ടുകാരെന്ത് പറയും, ചാച്ചക്കാരെന്ത് പറയും, എൻ്റെ കുടുംബക്കാരെന്നെ കുറിച്ച് എന്ത് പറയും? കേട്ടോ സന്ധ്യ? അവരെന്തും പറയട്ടെ, സ്വർഗം നിന്നോട് പറഞ്ഞ കാര്യമാണ് യഥാർത്ഥ വീട്. പ്രൈസ് ഗോഡ്. ദൈവം എന്താ പറഞ്ഞ വാക്ക്, അതാണ് ഇവിടെ വാക്ക്. ദൈവം പറഞ്ഞ സ്ഥലത്ത് നവോമി ആദ്യമായല്ല, 2ാമത്തെ പ്രാവശ്യം. കാര്യം ബോണൻ ബോട്ട് അവൻ ജനിച്ചു വന്ന് മൊത്തം ബെത്ലഹേമാണ്. പക്ഷേ ആ നിന്റെ ദൈവം. അപ്പം ഞാൻ ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ചിന്ത എന്ന് പറഞ്ഞത്, ബെത്ലഹേമിൽ എത്തുന്നവർക്ക് മൊത്തം ദൈവം ഉണ്ടെങ്കിലേ കയറ്റി വിടത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? എന്താണ്? യഥാർത്ഥ ദൈവമുള്ളവർക്ക് മാത്രം ഇവിടെ പോകാൻ പറ്റൂ, അല്ലാത്തവർക്ക് മോവാബാണ്. അതുകൊണ്ടാണ് മോവാൽ വെച്ച് അവർ യേശുക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചു. അത് പുതിയ ഭാഷ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. അവൾ തീരുമാനമെടുത്തു, അവൾ ഒരുങ്ങി, കർത്താവിന് ജനം സാക്ഷീകരിച്ചു, ദൈവ കൽപ്പന അനുസരിക്കാൻ തുടങ്ങി. കൽപ്പന അനുസരിച്ചപ്പോൾ അവളെയും കൊണ്ട് അമ്മായിമ്മ ബെത്ലഹേമിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? വായിച്ചോ, വാക്ക് വായിച്ചേ. അവർ ബെത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. എന്താ? അടിച്ചോടിക്കാനാണോ? തീപ്പന്തവും കൊണ്ട് ടയറും കത്തിച്ച് വെച്ച് ആമെ കുറുപടിയും കൊണ്ട് നെടുപടിയും കൊണ്ട് വെച്ച് ഓടടി എന്ന് പറഞ്ഞ് ഓടിക്കാനാണോ പടളയത്? അല്ലല്ല. പിന്നെ എന്താണ്? അയ്യോ, കൈവിട്ടു പോയ നമ്മുടെ അമ്മാമ, ആശ്വാസമായിരുന്നു നമ്മുടെ അമ്മാമ, എല്ലാവർക്കും പ്രിയമായിരുന്ന അമ്മാമ, എല്ലാവർക്കും സന്തോഷമായിരുന്ന അമ്മാമ. അമ്മാമ്മയുടെ ചിരി കാണുമ്പോൾ ഞങ്ങൾ സങ്കടമാണ്. അമ്മാമ്മയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നു. അമ്മാമ്മയുടെ ആലോചന ആശ്വാസമായിരുന്നു. അമ്മാമ്മ സംസാരിക്കുന്ന ബാക്കി ഞങ്ങൾക്ക് എൻകറേജ് ആയിരുന്നു. അമ്മാമ എന്ന് ഇവിടെ നിന്ന് പോയോ അന്ന് ഞാൻ ദേശത്തിനകത്ത് ആനന്ദം കുറഞ്ഞു. അതുകൊണ്ട് എന്റെ അമ്മാമ്മയെ ഈ ദേശത്തിലേക്ക് മടക്കി കിട്ടിയത് കൊണ്ട് ദേശം മൊത്തം 2 കൈയും അടിച്ച് സ്വീകരിക്കുകയാണ്. ഈ രാത്രി കരമടിച്ചു പറഞ്ഞാട്ടെ, അവൻ നിന്നെ ഇറക്കി വിട്ടതോ നീ ശോഭ ഇറങ്ങി പോവുക ചെയ്തെങ്കിൽ അത് തിരിച്ചു നീ അവിടെ കയറി പോകുമ്പോത്തോണ്ട് അവൻ ജനങ്ങളെല്ലാം അവൻ പാട്ടണ ഇളകാൻ പോവുകയാണ്. കേട്ടോ? അവൻ ജനത്തിന്റെ സംസാരമൊക്കെ നിന്റെ ഉയർച്ചയെ കുറിച്ചായിരിക്കുക. അവൻ ജനത്തിന്റെ സംസാരമൊക്കെ നിന്റെ നന്മയെ കുറിച്ചായിരിക്കുക. അവൻ ജനത്തിന്റെ സംസാരമൊക്കെ പ്രിയ മാതാപിതാക്കളെ നിങ്ങളുടെ ഉയർച്ചയെ കുറിച്ചായിരിക്കും നാട്ടുകാർ സംസാരിക്കുന്നത്. അവൻ ദുഃഖ ശബ്ദമല്ല പറയുന്നത്, വേദി ശബ്ദമല്ല പറയുന്നത്. അവൻ വന്ന അവകാശത്തിന്റെ ഉയർച്ചയെ കുറിച്ചായിരിക്കും നാട്ടുകാർ പറയുന്നത്. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി തീർന്നാൽ ചാരും പറഞ്ഞാട്ട് ഉറക്കെ പറഞ്ഞാൽ ആരോ സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനയായി
ചാരും ഞാൻ യേശുവിന്റെ മാറിൽ. ഓ എത്തും ഭേദം തൊട്ടു സുഖപ്പെടുത്തും. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെ വാസോം ചിന്ത. യെസ് ലോർഡ്. എന്തു സന്തോഷം. രാവിലെ രാത്രി ഓർത്തോണം, ആര് സഹായിക്കുമെന്നോ, ആര് സംരക്ഷിക്കുമെന്നോ, ആര് പിടിച്ചടയ്ക്കുമെന്നോ, ആര് കൈത്താങ്ങ് ചെയ്യുമെന്നോ, എങ്ങനെയായിരിക്കും നന്മകൾ ലഭിക്കുമെന്നോ, എങ്ങനെയായിരിക്കും വരുമാനമെന്നുള്ള ചിന്ത നവോമിക്ക് രൂത്തിന് ഉണ്ടായിരിക്കാം. പക്ഷേ സർവശക്തനായ ദൈവം അവരാകത്തിരിക്കുന്ന കാലമത്രയും സംശയിക്കാതെ പേടിക്കാതെ സഞ്ചരിക്കാമായിരുന്നു. ഈ രാത്രി ഞാൻ ദൈവസഭയിൽ പറയാ, അവൻ സംശയത്തോടെ, വിഷമത്തോടെ, ആവലാതിയോടെ, അവൻ തിക്ത അനുഭവത്തോടു കൂടിയാണ് അവൻ ഹൃദയത്തിനകത്ത് ഭാരമായി ഈ ഉപവാസം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്ന ആശ്വാസ വാക്കാകുന്നു. നിങ്ങളെ സഹായിപ്പാൻ, നിങ്ങളെ സംരക്ഷിപ്പാൻ ദൈവം ചിലരോട് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ നിങ്ങളെ ഉയർത്തുവാൻ ദൈവം ചിലരോട് ഇടപെട്ടിട്ടുണ്ട്. അവൻ ദൈവം ചില രാജാക്കന്മാരെ അവൻ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, ചില രാജ്ഞിമാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, ചില പ്രഭുക്കന്മാരെ കൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പുറപ്പെട്ടാൽ മാത്രം മതി. കരമടിച്ചു പറഞ്ഞാട്ടെ, ദൈവമേ എന്റെ സംശയത്തെ ഇന്ന് രാത്രി മാറ്റിയല്ലോ, എന്റെ ഞരക്കത്തെ രാത്രി മാറ്റിയല്ലോ. അവൻ ഞാൻ അത്ഭുതത്തിലേക്ക്. യെസ് 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 നടന്നാട്ടെ, അത്ഭുതം നടന്നാട്ടെ. ആമേ സംശയിക്കാതെ. നോ ഡബിറ്റ്. ഒരു സംശയമില്ല. ഈ ദൂതിൽ ഒരു സംശയമില്ല. ആമേ ഞങ്ങൾ അത് റിസീവ് ചെയ്യുന്നു. ആമേ ദൂത് സംശയമില്ല, ഈ വെളിപ്പാട് സംശയമില്ല, ഈ അത്ഭുതത്തിൽ സംശയമില്ല, ഈ ദൂത് സംശയമില്ല. പട്ടണം മൊത്തം കൊല്ലാനാണ് ഇളയത്. അവിടെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം എന്തായിരുന്നു? നീ കാരണമായിട്ടാണ്, നിന്റെ കാരണം നിമിത്തം നീ പിള്ളേരെയും ആ ഭർത്താവിനെ വിളിച്ചുകൊണ്ട്. അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞു. പക്ഷേ നവോമി അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കേണ്ട, മാറ കയ്പെന്ന് വിളിക്കാൻ. ആരെയും കയ്പെന്ന് വിളിച്ചോ? ആനന്ദമെന്നാണ്, ഇളകി എന്നാണ്. അവിടെ പേരിൻ്റെ അർത്ഥം തന്നെ മധുരമെന്നും ആനന്ദമെന്നാണ്. ആടെ നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് വാസ്തവത്തിൽ ചേയുടെ പേര് പോലെ തന്നെ ചേയുടെ സ്വഭാവം. അവൾ അനേകർക്ക് പോസിറ്റീവ് എനർജി ആയിരുന്നു, അനേക സന്തോഷമായിരുന്നു. രാത്രി ഞാൻ വെളിപ്പാട് പറയാം. നമ്മുടെ ദൈവം നമുക്ക് പേരിട്ടിട്ടുണ്ട്. ആ പേര് പോലെ തന്നെ നമ്മുടെ സ്വഭാവം, അത് നമുക്ക് ദൈവം തന്ന ഗിഫ്റ്റാണ്. പലപ്പോഴും നമ്മുടെ വില നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നമുക്ക് ദൈവം ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ചില വിടുതലുകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് ഇന്ന് രാത്രി തിരിച്ചറിയണം. അവിടെ പേരിൻ്റെ അർത്ഥം ആനന്ദവും എന്താണ്? മധുരവും എന്നാണ് പേരിൻ്റെ അർത്ഥം. അത്രമാത്രമുള്ള മധുരവും ആനന്ദമായി നവോമി അവൾ പറയുന്നു, നിങ്ങൾ എന്നെ നവോമി എന്ന് കയ്പെന്ന് വിളിക്കണം. നിങ്ങൾ നവോമി എന്ന് വിളിക്കേണ്ട, ഓമെ നീ കയ്പെന്ന് വിളിച്ചാൽ മതി. ഇന്ന് രാത്രി ജനം കയ്പെന്ന് വിളിക്കത്തില്ല. കാര്യം നമ്മൾ നവോമിയും രൂത്തും ബെത്ലേഹേമിൽ എത്തുന്നതിന് മുമ്പിൽ ബെത്ലേഹേംകാരോട് ദൈവം പറഞ്ഞു, കൈവിട്ടു പോയ അമ്മാമ്മ തിരിച്ചു വരുന്നുണ്ട്. അവളെ ഇനി കുത്താനും മുറിവേൽപ്പിക്കാനും അവളെ വേദനിപ്പിക്കാൻ നിൽക്കരുത്. അവളുടെ മുറിവിന് നിങ്ങളായിരിക്കും സാന്ത്വനം കൊടുക്കേണ്ടത്. ഞാനൊരു പ്രവചന ശബ്ദം പറയട്ടെ. ഇനി കേട്ടോ, ആര് കുത്താനും വരത്തില്ല, ആര് തൊഴിക്കാനും വരത്തില്ല, ആര് ഒറ്റപ്പെടുത്താനും വരത്തില്ല. അവൻ നമ്മെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച് എന്റെ ദൈവം മുന്നമേ കുത്തുന്നവൻ സംസാരിച്ചിട്ടുണ്ട്. എന്റെ ദാസിയെ തുടരുത്, എന്റെ ദാസനെ തുടരുത്. അവർ മുറിവേറ്റ് വന്നതാണ്. അവർക്ക് നിങ്ങൾ ശാന്തരമായിരിക്കണം. കരങ്ങൾ അടിച്ച് സ്വത്രം പറഞ്ഞു ദൈവസന്നിധിയിൽ. ഹല്ലേലൂയാ. ശബലബഡബ ശബ്ദരാധന അഗലഗഡഗ ശബ്ദരാധനഗ സിഗംപനാധിരഗഡഗ ശസിരാവ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ആ ഭാഗങ്ങളെ ഒന്നുകൂടി ആ ഭാഗം ഒന്ന് ലാസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ വരാം. ഇനി അതിന്റെ 22-ാമത്തെ വാക്യം വായിക്കാം. 22-ാമത്തെ വാക്യം. ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബി സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബത്ലഹേമിലെത്തി. റൈറ്റ് ടൈമാണ് കേട്ടോ. ഈ ദൂത് നിങ്ങൾ പ്രാപിക്കേണ്ട റൈറ്റ് ടൈമാണ്. ഈ ദൂത് ഈ 6-ാം മാസം നിങ്ങൾ പ്രാപിക്കേണ്ട ദൂത് തന്നെയാണ് ദൈവം. ബാക്കി
സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ചില പറയുന്ന വാക്ക്, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, എന്താ നിങ്ങൾക്ക് 100 ആയുസാണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറ്റി? ഇപ്പോൾ നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ആ കപ്പളങ്ങയും ചക്കയും വെട്ടിയിട്ടപ്പോൾ നിങ്ങളുടെ കാര്യം ഓർത്തിരിക്കുകയാണ്. കൊണ്ടുപോകും മനുഷ്യന്ന് പറഞ്ഞ സ്വതന്ത്രം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചക്ക വെട്ടിയിട്ടപ്പോഴാണ് അവൾ പറയാണ് നിങ്ങൾക്ക് എന്ന് ഭാഗ്യമുണ്ടെന്ന്, വയറ്റ് ഭാഗ്യമുണ്ടെന്ന്. അതുപോലെയാണ് ഇവിടെ പറഞ്ഞ വാക്ക്. അവർ രണ്ടുപേരും പുറപ്പെട്ട് വന്നത് റൈറ്റ് ടൈമാണ്. ഈ ദൂത് നിങ്ങൾ പ്രാപിക്കാൻ പറ്റിയ ആ സമയത്ത് തന്നെയാണ് ദൂത് ഇറങ്ങിയത്. ഹല്ലേലൂയ. അവരിരുവരും ബെത്ലഹേം എത്തിയപ്പോൾ കൊയ്ത്തിന്റെ ടൈമായിരുന്നു. ഒരു ചോദ്യം പറഞ്ഞോ? എന്ന് രാത്രി ആ വെളിപ്പാട് അതുപോലെ അങ്ങ് ദൈവമൊക്കെ തരികയാണ്. ഒരു 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 വിതയുടെ ടൈമാണെങ്കിൽ പിന്നെ കൊയ്ത്തിന്റെ കാലം വരെയും കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ആരോ വിതച്ചു, പിന്നെ ഞാൻ കൊയ്യാൻ പോകുന്നത് അത്രേ ഉള്ളൂ. ആരോ എനിക്ക് വേണ്ടി അത് വിതച്ചു. ആ വിതയ്ക്കുന്ന സമയത്ത് ഞാനിവിടെ ഇല്ല. വിതയ്ക്കുന്ന സമയത്ത് ഞാൻ മോബാബിലായിരുന്നു. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? പ്രോസസ്സിങ്ങിലായിരുന്നു. എന്ത് പ്രോസസ്സിങ്ങില? പറയാൻ്റെ എന്താ പ്രോസസ്സിങ്ങില്? ഇവിടെ തമ്മിൽ ഓർപ്പയും നവോമിയും രൂത്തും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത് അവിടെ എന്ത് നടക്കുന്നു? പറ. അവിടെ കിളയും വിധി നടക്കുന്നു. അപ്പൊ ദൈവാത്മ കുറിച്ച് വെച്ചു, ഇതിനകത്ത് ആരാണോ എൻ്റെ ദൈവം എന്ന് പറയുന്നുവോ ആ വരെ ഞാൻ എവിടെ കണ്ടെത്തിക്കും? കൊയ്ത്ത് സ്ഥലത്ത് കൊണ്ടെത്തിക്കും. ചിലപ്പോൾ ദൈവത്തിനറിയാം ഓർപ്പ് വരത്തില്ല. കാര്യം അവിടെ അകത്തെന്തിരിപ്പ്, ചാർച്ചക്കാട് സ്വഭാവം ഇരിപ്പുണ്ട്. അപ്പോൾ തന്നെ അവിടെ അകത്തെന്തിരിപ്പുണ്ട്. അവിടെ ദേവന്മാരുടെ ചിന്ത ഇരിക്കുന്നതുകൊണ്ട് അവർക്കത് താല്പര്യമില്ല. ദൈവത്തിനറിയാം. പിന്നെ ഒരു കാര്യം ദൈവത്തിനറിയാം, ഇതാർക്കാണ് വിധിച്ചിരിക്കുന്നത്? അത് രൂത്തിന് തന്നെ വിധിച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം. ഈ പ്രാർത്ഥിക്കണമോ പ്രാർത്ഥിക്കേണ്ടയോ? പള്ളിയിൽ പോകണോ പള്ളിയിൽ പോകണ്ടയോ? ഉപവസിക്കണമോ? പറജ ഉപവസിക്കണ്ടയോ? ബൈബിൾ വായിക്കണമോ വായിക്കണ്ടയോ? രാവിലെ എഴുന്നേൽക്കണമോ എഴുന്നേൽക്കണ്ടയോ? ഈ ഒരു 2 ചിന്ത വരുമ്പോൾ ദൈവം ചിരിച്ചിട്ട് പറയും, ആര് എൻ്റെ നിയോഗത്തിന് വിധേയപ്പെടുന്നുവോ അവർക്ക് ഇത് കൊയ്യാൻ പറ്റും. മടിയൻ മല ചുമക്കുമെന്ന് പറഞ്ഞ പോലെ മടിയന്മാർക്ക് ആർക്ക് എന്ത് വരത്തില്ല? പറ. ഉറക്കെ സ്വോത്രം പറ. ആ പോരാ, വാദം സ്വോത്രം പറ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ തുറന്നു പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ കണ്ണുകൊണ്ട് കാണരുത്. എൻ്റെ ദൈവപ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത് എനിക്ക് ആവേശമാണ്. എൻ്റെ അക്കൗണ്ടിനകത്ത് കേവലം 1200 300 മാത്രം ഉണ്ടാകും. അപ്പം ഞാൻ എഴുന്നേറ്റ് പോയി, കർത്താവേ, ഈ ഒത്തിരി ആവശ്യങ്ങൾ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പൈസ കൊണ്ട് ഒരു കാരണവശാലും നിൽക്കാൻ പറ്റില്ല. ഞാൻ ആകപ്പാട് ഒരു വല്ലാത്ത ഒരു പ്രയാസത്തിൽ ഞാനിങ്ങനെ ഇരുന്നു. ആരോടും പറഞ്ഞില്ല. എൻ്റെ പേഴ്സിനകത്ത് സ്വത്രക്കാഴ്ചയുടെ നോട്ടുകൾ 2 5 50 20 നോട്ടിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, നിൻ്റെ പ്രവൃത്തി എനിക്ക് എന്ത് ചെയ്യണം? കാണണം. ക്രിസ്ത്യ ജീവിതം വിശ്വാസ ജീവിതമാണല്ലോ, കാണണം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിനകത്ത് 7690 വന്ന് വീണു. ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ ഞാൻ എല്ലാ വർഷവും ITR പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിന് ഫീസ് അടച്ച സമയത്ത് അവരെന്ത് പിടിച്ചു? ടാക്സ് എന്ത് ചെയ്തു? പിടിച്ചു. ITR പേ സമയത്ത് ഞാൻ ക്ലിയറായെന്ന് പറഞ്ഞപ്പോൾ അവർ ബാക്കിയിട്ട സാധനം ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അതിപ്പം തന്നെ തരാൻ തക്കണം പണ്ടേ പിടിച്ച്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ട്രാക്റ്റിന് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. ഞാൻ അപ്പോൾ തന്നെ ബാക്കി പൈസ എടുത്ത് ട്രാക്റ്റ് അടിച്ച് പറഞ്ഞു, ബ്രദറെ, നാളെ തന്നെ ട്രാക്റ്റ് എന്ത് ചെയ്യണം? തരണം. പറഞ്ഞു പാസ് നാളെ തന്നെ തരാം. കാര്യം അതൊരു കാര്യം എല്ലാം ക്ലിയർ ചെയ്തു. അല്പം കാശ് കൂടി കൊടുക്കണമായിരുന്നു. അതുകൂടി ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ കാശങ്ങ് അയച്ചു കൊടുത്തു. അപ്പോഴേക്കും ആ കാര്യം ക്ലിയറായി. സ്വന്തം ഞാൻ പറഞ്ഞത് ദൈവം ആരാ? ദൈവം ആരാ? നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് ഇവർ 3 പേര് തമ്മിൽ കൗൺസിൽ കൂടുമ്പോൾ ഇവിടെ വിധ എന്ത് ചെയ്യുക? നടക്കുകയാണ്. എന്നാൽ ദൈവം കൊയ്ത്ത് സമയമാകുമ്പോൾ ആരെ കൊണ്ടുവരണം?
പറഞ്ഞ് ആരെ കൊയ്ത്ത് സമയം ആരെ കൊണ്ടുവരണം പറഞ്ഞ് ആ ഡിസിഷനിലകത്ത് ദൈവത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നവരെ എവിടെ കൊണ്ടുവരണം പറഞ്ഞേ? ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ കൊയ്ത്ത് സമയം. ഞാൻ ഒരു കാര്യം പറയാം, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ചില വ്യക്തികൾ കൊയ്ത്ത് ടൈം ആകുമ്പോൾ അവൻ നിങ്ങളെ എത്തേണ്ടിടത്ത് കൊണ്ടെത്തിക്കും. കരമടിച്ച് ഇന്ന് രാത്രി ആത്മാവിൽ പറയാം, കൊയ്ത്ത് സമയമാകുമ്പോൾ ശബദ്ധരാധന, ആ കൊയ്ത്ത് സമയമാകുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇതാ നവോമിയും ഇതാ രൂത്തും നിൽക്കുന്നത് ബേത്ത്ലേഹേമിലാണ്. ആത്മാവിൽ പറഞ്ഞാട്ടെ, ഇനി നീ താഴ്ചയിൽ പോകത്തില്ല കേട്ടോ. നീ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരം നാമത്തിൽ ഞാൻ പ്രവചനാത്മാ ദൈവമക്കളുടെ മുഖത്തേക്ക് നോക്കി ആ വെളിപ്പാട് കൈമാറുന്നു. ദൈവം വിശ്വസ്തനാണ്. പറ 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 പറ. ആ ദാരിദ്ര്യങ്ങളൊക്കെ മാറട്ടെ, ആ ശൂന്യതയൊക്കെ മാറട്ടെ, ആ ഇല്ലായ്മകളൊക്കെ മാറട്ടെ, ആ ഞരക്കളൊക്കെ മാറട്ടെ, ആ ശൂന്യതൊക്കെ മാറട്ടെ, കടങ്ങൾ മാറട്ടെ, ആ ശൂന്യ മാറട്ടെ, ആ പരാജയം മാറട്ടെ. ദൈവം വിശ്വസ്തെന്ന് പറ. കരമടി ദൈവ വിശ്വസ്തെന്ന് പറ. കൊയ്ത്ത് കാലമായപ്പോൾ അവർ ബേത്ത്ലേഹേമിലേക്ക് എത്തി. അതുവരെ വിട്ടില്ല. നീ ദാരിദ്ര്യ സമയത്ത് പോകണ്ട, വിധ സമയത്ത് പോകണ്ട. ഒരു സാമർത്ഥ്യ സമയമാകുമ്പോൾ അവൻ നിന്നെ ഞാൻ കൊണ്ട് ബേത്ത്ലേഹേമിലേക്ക് പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ഈ ജനം തൃപ്തിയിലേക്ക് വരട്ടെ, ഈ ജന ആശ്വാസത വരട്ടെ, ഈ ജന ഉയർച്ചയിലേക്ക് വരട്ടെ. അവർ തൃപ്തിയാകുന്ന സമയത്തേക്ക് അവർ ആശ്വാസ മേഖലയിലേക്ക് പരിശുദ്ധനായ ദൈവം ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാമോ? ഒന്നൊരു വാക്ക് വായിക്കുന്നു. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ, ലാസ്റ്റിലല്ല, അവർ തുടങ്ങിയ അന്ന് തന്നെ അവിടെ എത്തിയെന്ന്. ഇന്ന് രാത്രി വീട്ടിൽ പോകുമ്പോഴേ അച്ഛാ കേട്ടോ, ജയ്സേ കേട്ടോ, സതീസേ, വീട്ടിൽ പോകുമ്പോഴേ ദൈവമക്കൾ ഓൺലൈനിലേക്ക് ദൈവമക്കൾ കർത്താവ് നീ എന്നെ കൊണ്ടെത്തിക്കുന്നത് ആരംഭത്തിൽ കൊണ്ടെത്തിക്കണം. ഹല്ലേലൂയ. കൊയ്ത്തിന്റെ ആരംഭത്തിൽ നിങ്ങൾ നോക്കി. ഇനി നിങ്ങൾ അവരെ മുഖം നോക്കി. അവരെ മുഖം ഇപ്പം ഏത് മുഖമാണ്? കൊയ്ത്തെന്ന് പറയുന്നത് തന്നെ ഏതാ അല്ലേ? വചനം പറയുന്ന വാക്ക് കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നു. അപ്പോൾ ഇവരവിടെ എത്തിയപ്പോഴാണ് കണ്ണുനീരിൻ്റെ ടൈമിലല്ല അവരെ കൊണ്ടെത്തിച്ചത്, അവരാർപ്പിൻ്റെ സമയത്തെ കാര്യം ഓൾറെഡി അവരെന്ത് അനുഭവിച്ചു? കണ്ണുനീര് അനുഭവിച്ചു കഴിഞ്ഞു കേട്ടോ. ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ഓൾറെഡി അവരെന്ത് അനുഭവിച്ചു? പറഞ്ഞ അപ്പൻ മരിച്ചപ്പോൾ കണ്ണുനീര്, ഭർത്താവ് മരിച്ചപ്പോൾ, മക്കൾ മരിച്ചപ്പോൾ കണ്ണുനീര് ഈ നവോമി അനുഭവിച്ചു. രൂത്ത് ഭർത്താവിന്റെ മരണത്തിന് കണ്ണീര് അനുഭവിച്ചു. അതുകൊണ്ട് അവരനുഭവിക്കേണ്ട കണ്ണുനീര് മുഴുവനും കഷ്ടം മുഴുവനും മോവാബിൽ വെച്ച് അനുഭവിച്ചതുകൊണ്ട് ഇനി അവരെ കണ്ണുനീരിന്റെ ടൈമിലല്ല ബേത്ത്ലേഹേമിൽ കൊണ്ടുവന്നത്. കൊയ്ത്തിന്റെ സന്തോഷമേറ്റാണ്. ഞാൻ ആത്മാ വെളിപ്പാട് കണ്ടു പറയാ. പ്രിയ അമ്മാമേ, കുഞ്ഞേ, സഹോദര, സഹോദരി, നീ കരഞ്ഞത് മതി കേട്ടോ, നീ വിലപിച്ചത് മതി കേട്ടോ, നീ ദുഃഖിച്ചത് മതി കേട്ടോ, താഴ്ച അനുഭവിച്ചത് മതി കേട്ടോ. നിന്റെ ജീവിതത്തിനകത്ത് ഒരു നിർത്താതെ അന്തരീക്ഷം കളയാതെ ഒരു യവക്കൊയ്ത്തിന്റെ സമയത്ത് ആരംഭിച്ച് എത്തിച്ചതുപോലെ തന്നെ ദൈവത്തിന്റെ ഉയർച്ചയുടെ യെസ് 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 ആരാധിച്ചോ, ആരാധിച്ചോ, ആ വെളിപ്പാടെടുത്ത് ആരാധിച്ചോ. വെളിപ്പാടെടുത്ത സ്ട്രോങ് ഡിസിഷൻ എടുത്തത് സ്ട്രോങ് അംബീഷനിലേക്ക് കൊണ്ടുവന്നിച്ചു. ഈ രാവിലെ രാത്രി പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ യവക്കൊയ്ത്തിന്റെ ആരംഭത്തെ കൊണ്ടെത്തിച്ചുവെങ്കിൽ ഇനി നീ കരയേണ്ടി വരത്തില്ല, ദുഃഖിക്കേണ്ടി വരത്തില്ല, ഇനി വിലപിക്കേണ്ടി വരത്തില്ല. ഒത്തിരി നീ ദാരിദ്ര്യം അനുഭവിച്ച് കടം വാങ്ങി കൂട്ടി ശൂന്യതയിൽ കൂടി സഞ്ചരിച്ചു, ഇല്ലായ്മ നീ അനുഭവിച്ചു. ആരോടൊക്കെ എന്തൊക്കെയോ ദുഃഖം പറയുന്നതൊക്കെ പറഞ്ഞവളാണ്. പക്ഷെ ഇനി നീ കരഞ്ഞ് വിലപിക്കേണ്ട ഇടത്തേക്കല്ല കൊണ്ടുപോകുന്നത്. ഒരു യവ
കൊയ്ത്തിന്റെ ആർപ്പിന്റെ സമയമായപ്പോൾ സന്തോഷമയമായപ്പോൾ ഇതാ കുഞ്ഞിനെ കയറ്റിക്കൊണ്ട് ഇതാ അമ്മേ ആമേ കരച്ചിന്റെ കാലം ദൈവം സ്റ്റോപ്പ് ചെയ്യുന്നു, കണ്ണുനീരിന്റെ കാലം സ്റ്റോപ്പ് ചെയ്യുന്നു, വേദന കാലം സ്റ്റോപ്പ് ചെയ്യുന്നു, ആമേ കടം വാങ്ങുന്ന കാലം സ്റ്റോപ്പ് ചെയ്യുന്നു, ശൂന്യ കാലം സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതോ ഒരു നിറവിലോട്ട് പരിശുദ്ധ പിതാവേ, നിന്റെ കാര്യം അനുകൂലമായി നിൽക്കുന്നതിന് നന്ദി കർത്താവേ. ബെത്ലഹേമിലേക്ക് നടന്നു കയറിയ അമ്മയെ എന്റെ ഇല്ലായ്മകൾ അറിഞ്ഞ കർത്താവ്, എന്റെ ശൂന്യത അറിഞ്ഞ കർത്താവ് അവൻ നിറവിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഈ രാത്രി വിശ്വാസത്തോടെ കരമടിച്ചു പറഞ്ഞേ. ദൈവത്തെ നല്ലവനായ ദൈവമാണ്. പാളയത്തിന്റെ പുറത്ത് 10 കുഷ്ഠരോഗികൾ നിർത്തുകയാണ്. പ്രാകാഷ്ടം, കഴുതത്തല, അതിന് പൈസ കൊടുത്ത് വാങ്ങാൻ തക്കവണ്ണമുള്ള ദാരിദ്ര്യകാലം. സ്വന്തം കുഞ്ഞുങ്ങളെ പരസ്പരം പുഴുങ്ങിത്തിന്ന കാലഘട്ടം. അത്രയ്ക്ക് ശമരിയൻ മുഴുവനും ആമേ ദാരിദ്ര്യവും ക്ഷാമം കൊണ്ട് കൊടുമ്പിരി കൊള്ളുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട പാളയത്തിൽ പുറത്താക്കി നിർത്തിയ കുഷ്ഠരോഗിയുടെ അകത്തൊരു നിയോഗം. എടാ, ഇവിടെ കിടന്നാലും മരിക്കും, അവിടെ കിടന്നാലും മരിക്കും. ഇവിടെ കിടന്ന് മരിക്കുന്നേക്കാൾ നല്ലത് നാട്ടിൽ പോയി അവിടെ കിടന്ന് മരിക്കും നല്ലത്. അതുകൊണ്ട് അപ്പോൾ ഒരുത്തൻ പറയണം, മോനെ നമ്മൾ പാളയത്തിൽ നിന്ന് പുറത്താക്കി. എന്തിനാണ്? കുഷ്ഠരോഗമായതിന് പുറത്താക്കിയതാണ്. നമ്മുടെ കുഷ്ഠം മാറാൻ ഒരു കാലം നാമേ അവിടുത്തെ പുരോഹിതൻ തീരുമാനിച്ചിട്ടുണ്ട്. നാമേ പുരോഹിതൻ ചില ആഴ്ചകളും മാസം നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ചകളും മാസം കഴിയാതെ നമുക്കൊരിക്കൽ പോലും പാളയത്തിന്റെ പുറത്തു നിന്ന് അകത്തോട്ട് കയറാൻ പെർമിഷൻ ഇല്ല. ന്യായപ്രമാണം നമ്മെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്തു കളിക്കുകയാണ്. പോകാൻ പറ്റില്ല. അപ്പോൾ സ്ട്രോങ് ഡിസിഷൻ എടുത്തുകൊണ്ട് ഒരുത്തം പറയുന്നു, എൻ്റെ പദം ഓർത്താണ്, സ്ട്രോങ് ഡിസിഷൻ എടുത്ത് പറയുന്നു, ഇവിടെ കേസങ്ങ് വിടെ, നമ്മൾ എന്തായാലും ചാക ഇറങ്ങി ചത്ത അവിടേക്കും ചാകാം. അപ്പോൾ അതിനകത്ത് ഒരുത്തരം സപ്പോർട്ട് ചെയ്യും. എങ്കിൽ പിന്നെ അങ്ങനെ ആകട്ടെ. മറ്റൊരുത്തം പറയാണ്, പിന്നെ നിങ്ങൾ പറയുമ്പോൾ ഞാനും ഒറ്റ ഞാനും കൂടെ എന്ത് ചെയ്യാം വരാം. അങ്ങനെ അവർ പാളയത്തിൽ നിന്ന് ചാടി പുറത്തേക്ക് വന്നപ്പോൾ വസ്ത്രങ്ങൾ മൊത്തം വഴി കിടക്കുകയാണ്. നോക്കിയപ്പോൾ ആരാമ്യ പാളയത്തിനകത്ത് മൊത്തം പഞ്ഞിക്കെട്ട് പോലെ വസ്ത്രങ്ങളും സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി വലിച്ച് കിടക്കുകയാണ്. അവിടെ ഒരു അനക്കമില്ല. അപ്പൊ ഒരുത്തൻ്റെ അകത്തൊരു പ്രേരണ വന്നു, ഇടാ ഈ ആരാമ്യ പാളയത്തിനകത്ത് ആരും അനക്കമില്ലെന്നാണ് തോന്നുന്നത്. നമുക്കൊരു കൂടാരത്തിനകത്തൊന്ന് കയറിയാലോ? തലേ ദിവസം ഏലീശ പ്രവചിച്ചിട്ട് പോയിരിക്കും, നാളെ ഈ സമയത്ത് ശെഖേൻ ഒരു സേ ഗോതമ്പം യവവും വിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അകമ്പടി സേവിച്ച ആ രാജൻ അകമ്പടി സേവിച്ച പറയാണ്, ദൈവ സ്വർഗത്തിന് കിളിവാതിൽ തുറന്നാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞ് അവരുടെ തീരുമാനമൊന്നും ആമെ കുഷ്ഠരോഗം അറിയുന്നില്ല. പക്ഷേ പാളയത്ത് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയ ഈ കുഷ്ഠരോഗികൾക്ക് ദൈവത്തിൻ്റെ ആത്മ പ്രേരണ കൊടുത്തു. അവർ അരാമ്യ പാളയത്തിലേക്ക് പോകുമ്പോൾ അരാമ്യ പാളയത്തിനകത്ത് ആരുമില്ല. ഒരുത്തൻ പറഞ്ഞു, ഞാൻ ഒരു കൂടാരത്തിൽ കയറട്ടെ. ഒരു ടെന്റിനകത്ത് കയറിയപ്പോൾ അവിടെ അപ്പവും മലരും തേൻകട്ടയും ആകാരമെല്ലാം അവർ ആവശ്യത്തിന് കഴിച്ചിട്ട് അടുത്ത കൂടാരത്തിൽ കയറിയപ്പോൾ അവിടെ ആളില്ല, അവിടെ നിന്നും കഴിച്ചു. ചുരുക്കി പറഞ്ഞു, എൻ്റെ ആശയത്തിൽ പറഞ്ഞാൽ ഒരു 5-8 കൂടാരത്തിൽ കയറിയപ്പോൾ ഒരു ആരാമ്യ ആൾക്കാരില്ല. പക്ഷെ അവരുടെ വീട്ടിനകത്ത് മൊത്തം ഫുഡുണ്ട്. കുഷ്ഠരോഗ വിശന്ന് ഊപ്പാട് വന്നിരിക്കുന്ന സമയത്താണ് അരാമ്യ കൂടാരത്തിനകത്ത് ഇഷ്ടംപോലെ സമൃദ്ധിയെ ഫുഡ് കിട്ടി. അവർ കഴിഞ്ഞപ്പോൾ വേറൊരുത്തൻ പറയാണ്ടിടാ, ഇന്ന് സത്വർത്തമാന കാലമാണ്. നമ്മൾ പോയി രാജാവിനോട് വിഷയം അറിയിച്ചില്ലെങ്കിൽ കുറ്റം നമ്മുടെ തമ്മിൽ ഇരിക്കും. ഒരു കാര്യം ചെയ്യും, നമുക്ക് അവിടേക്കും ചാകാം. നമ്മൾ അവിടെ പോയിട്ട് രാജകൊട്ടാരത്ത് പോയിട്ട് വിവരം അറിയിക്കാം, അരാമ്യ ദേശത്ത് അരാമ്യരില്ല, അവിടെ പോയാൽ കൊള്ളയിടാൻ പറ്റും. നമ്മുടെ ദാരിദ്ര്യം മാറാൻ ഇന്ന് നല്ല റൈറ്റ് ടൈമാണ്. രഗന സമനിഹൽക്കരാധന. പേടിച്ചും ഭയത്തോടും സംശയത്തോടും കൂടെ കുഷ്ഠരോഗിയെ രാജകൂട്ടൻ അടുക്കൽ പോയിട്ട് പറഞ്ഞു, രാജാവേ, പ്രജു പറഞ്ഞു, ചാച്ചാ ആമേ ആരാം സൈന്യത്തിനകത്ത് ആരാം പാളയത്ത് പോയാൽ ആരുമില്ല,
അവരെല്ലാവരും എംറ്റിയാണ്. ആ കൂടാരമല്ല ശൂന്യത കിടക്കുകയാണ്. നിങ്ങൾ ഒന്ന് പോയാൽ നമ്മുടെ കഷ്ടത മാറാൻ ആരാം പാളയത്തിലെ ഗോതമ്പിന് യവത്തിനും ആമെ കഷ്ടം മാറ്റാൻ പറ്റും. അവിടുത്തെ അച്ചാച്ചന്മാർ പറഞ്ഞു, ഞങ്ങൾ അറിയാതെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അവിടെ ഒരു കാര്യം, കുഷ്ഠരോഗി പറയുന്ന വാക്ക് വിശ്വസിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് പോയി നോക്കാം. ഇവന്മാർ പട്ടാളക്കാർ മൊത്തം അടിയും കോലും കുന്തവും പടച്ചട്ട എടുത്തുകൊണ്ട് പോയി അവരെവിടെയെങ്കിലും ഒളിച്ചിരിപ്പോണ്ട് നമ്മളെ ആക്രമിക്കാൻ വരും. അതുകൊണ്ട് നമുക്കൊന്നുകൂടി പോയി കറങ്ങാം. അവർ1000 വട്ടം കറങ്ങിയിട്ടും ഒരാരാമിനെ പോലും കണ്ടില്ല. തലേ ദിവസം രാത്രി ദൈവം ഒരു ശബ്ദം കേൾപ്പിച്ച് അരാമ്യരെ ദൈവം ഓടിച്ചു. തലേ ദിവസത്തെ പ്രവാചകന്റെ ദൂത് നിറവേറണമെങ്കിൽ അരാമ്യർ ഓടിക്കണം. ഇത് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് കുഷ്ഠരോഗികളാണ്. അവരാരാ? ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയവർ. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ച് ദൂത് പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. നമ്മെ ആരെങ്കിലുമൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മെ ആരെങ്കിലുമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മെ ആരെങ്കിലുമൊക്കെ മാറി നിൽക്കടി എന്ന് പറഞ്ഞ് മാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിമിത്തം മാറ്റി നിർത്തിയവരെ കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവാത്മാ പോഷിപ്പിക്കുമെങ്കിൽ ഈ രാത്രിയിൽ ദൈവം പറഞ്ഞ ദൂത് ഞാൻ പ്രവർത്തിക്കുന്നു. അവയെ പ്രവചിച്ച് പറയുന്നു, തമ്പുരാൻ പറഞ്ഞ കാര്യം തമ്പുരാൻ ചെയ്യും. ദൈവത്തിൻ്റെ ടൈം മാറത്തില്ല. ആമേ പ്രവാചകൻ പറയും നാളെ ഈ നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സെയിം ടൈമിന് മാറ്റമുണ്ടാകില്ല. കാര്യം അടിച്ച് നിങ്ങൾക്ക് ആ ദൂത് മനസ്സിലായെങ്കിൽ അടുത്ത ദിവസത്തിൽ അത്ഭുതം എനിക്ക് ചെയ്യുമെന്ന് ആ വചനം നിങ്ങൾ സംസാരിക്കുന്നുവെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കരത്തട്ടി സ്വീകരിച്ചാട്ടെ. അടുത്ത ദിവസം അത്ഭുതം കാണാൻ പറ്റിയ ഒരു കുഷ്ഠരോഗിയെ കൊണ്ട് ആമേ ശമരിയുടെ കഷ്ടമോ ദാരിദ്ര്യം മാറാത്തക്കവണ്ണം പ്രാപ്തനായെങ്കിൽ ഈ രാത്രിയിൽ നവോമിയെ രൂത്തിനെ കൊണ്ട് ദൈവം ആമേ കൊയ്ത്തിന്റെ ആരംഭ ദിവസം തന്നെ ആമേ ദൈവത്തിന്റെ അത്ഭുതം കാണിപ്പിച്ചുവെങ്കിൽ കരങ്ങൾ അടിച്ച് ആത്മാവിൽ പറഞ്ഞു, ദൈവം മാറ്റങ്ങൾ തരികയാണ്, അത്ഭുതങ്ങൾ തരികയാണ്. കരമടിച്ച് ആത്മാവിൽ ആരായിച്ചോ, റിസീവ് ഇറ്റ്. ആ വെളിപ്പാട് സ്വീകരിച്ചാട്ടെ, ആ വെളിപ്പാട് സ്വീകരിച്ചാട്ടെ. കത്തട്ടെ. കൊയ്ത്ത് കാലത്തിന്റെ ആരംഭം ഇതാ ദൈവം തരുന്നു. വിടുതലിന്റെ ആരംഭം ആരായി? അത്ഭുതത്തിന്റെ ആരംഭമായി, ഉയർച്ചയുടെ ആരംഭമായി, സന്തോഷത്തിന്റെ ആരംഭമായി, നേട്ടത്തിന്റെ ആരംഭമായി. കൊയ്ത്ത് കഴിഞ്ഞ ശേഷമുള്ള ഒരു ചണ്ടി വയലല്ല കാണിച്ചിരുന്ന, എല്ലാരും കൊയ്ത് കൊണ്ടുപോയിട്ടുള്ള ഒരു empty വയലല്ല കാണിച്ചിരുന്ന, കൊയ്ത്തിന്റെ ആരംഭത്തിൽ തന്നെ നിന്നെ കൂടി ആ കൊയ്ത്തിനകത്ത് പങ്കാളിയാക്കണം. അതിന്റെ നന്മതിന്റെ ഭണ്ഡാരത്ത് പറഞ്ഞ നിന്റെ ദാരിദ്ര്യം മാറ്റണം. ഇന്ന് രാത്രി ആത്മാ തലമുറയെ പറഞ്ഞിരിക്കുന്നു. അവകാശം ഓപ്പണായി വരുന്നു, സന്തോഷം ഓപ്പണായി വരുന്നു, ഉയർച്ച ഓപ്പണായി വരുന്നു. ദൈവത്തിന്റെ നിയോഗം എല്ലാവരും കൊയ്തതിനു ശേഷം കാല പറക്കാനല്ല വിടുന്നത്. എല്ലാവരും കൊയ്ത ശേഷം ഒരു empty വയലോട്ടല്ല അയക്കുന്ന, ഒരു നിറവിലേക്ക് ഭാഗ്യവശാൽ എന്ന അവകാശത്തിലേക്ക് ദൈവം തീരുമാനമെടുത്തവർ, ആ ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിച്ചവർ, ആ ഉപവസിച്ചവർ, ആത്മീക പോരാട്ടം കഴിച്ചവർ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവർ, ആത്മനിയോഗം പ്രാപിച്ച സഹോദര കുഞ്ഞേ, മാതാവേ, പിതാവേ, അവൻ നിനക്ക് വേണ്ടി കൊയ്ത്തിന്റെ ആരംഭത്തിൽ തന്നെ നിന്നെ ആ വയലിലോട്ട് എന്റെ ദൈവം ഇറക്കിയാണ്. ഞാൻ ഒരു വാക്കുകൂടി അവിടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, അമ്മയുടെയും മകളുടെ മുഖത്ത് കയ്പിൻ്റെ മുഖമല്ലല്ലോ, അമ്മയുടെയും മകളുടെ മുഖത്ത് സന്തോഷത്തിൻ്റെയും കാര്യം. ബെത്ലഹേം പട്ടണം മൊത്തം കൊയ്ത്തുകാലമായതുകൊണ്ട് ആർപ്പിൻ്റെയാണ്. ഞാനിങ്ങനെ ഭാവന ഒരു വാക്ക് പറയാം. കൈയും കെട്ടി നിൽക്കുന്ന അമ്മയും മകളും നോക്കി നിൽക്കുമ്പോൾ
ആൾക്കാർ കൊയ്തുകൊണ്ട് പോകുന്നു, കൊയ്യാൻ പോകുന്നു, കൊയ്തുകൊണ്ട് പോകുന്നു, കൊയ്യാൻ വരുന്നു, കൊയ്തുകൊണ്ട് പോകുന്നു, കൊയ്യാൻ വരുന്നു. അപ്പോൾ ഒരാൾ അമ്മാമേ, അമ്മാമ്മയുടെ വയലിൽ വരണ്ടേ, അമ്മാമ്മയുടെ ചാച്ചക്കാന്റെ വയലുമുണ്ട്, അമ്മാമ ഇറങ്ങി വാ, ആമേ കുഞ്ഞെ നീയും വാ, ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കാളിയാകെ, ഞങ്ങളുടെ സന്തോഷം നീയും പങ്കാളിയാക, ഞങ്ങളുടെ സന്തോഷം നീയും പങ്കാളിയാക. ഈ രാത്രി ഇതിന് ആത്മാവ് പറയുന്നു, ആമേ നിങ്ങളെ ചിലർ പിടിച്ചണയ്ക്കാൻ പോകുകയാണ് കേട്ടോ. ആമേ അവരെ സന്തോഷത്തിൽ നിങ്ങൾ സന്തോഷം പങ്കിടാൻ, അവരുടെ ഉയർച്ചയും നിങ്ങൾ പങ്കാകുക, അവരെ ഉയർച്ച നിങ്ങൾ പങ്കുപറ്റാൻ, അവരെ നിങ്ങൾ മാറ്റി യെസ്, എനിക്കത് പലരോടും വെളിപ്പാട് പറയാൻ നിയോഗം തരികയാണ്. ഇനി റിജക്ഷൻ അനുഭവിക്കില്ല, ഇനി മാറ്റി നിർത്തുകയില്ല. അവൻ നിനക്ക് കൂടി അവർ വിതച്ചതാണ്, അവൻ നിനക്ക് കൂടി വിതച്ചതാണ്, നിനക്ക് കൂടി കൊയ്യാൻ വിതച്ചതാണ്. നീ നീ വിതയ്ക്കാത്ത, നീ നടാത്ത, നീ കുഴിക്കാത്ത, നീ പണിയാത്ത അവൻ പാർപ്പിടങ്ങളും നന്മകളും ദൈവം നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. യെശയ്യാവ് പ്രവചിച്ച് പറയുന്നു, നീ വിതയ്ക്കാത്തത് നീ കൊയ്യും, നീ നടാത്ത കൃഷി നീ അനുഭവിക്കും, നീ കുഴിക്കാത്ത കിണറിൽ നിന്നും വെള്ളം കോരും, നീ പണിയാത്ത പാർപ്പിടത്തിൽ നീ പാർക്കും, നീ വാങ്ങാത്ത നന്മ കൂടി നീ സഞ്ചരിക്കുമാറാക്കും എന്ന് പ്രവാചകൻ കൂടി പറഞ്ഞത് ഇവിടെ പ്രാധാന്യത്തോടെ ഞാൻ വിവക്ഷിക്കുന്നു. ഞാൻ പ്രവചിച്ച് ഒരു പ്രാവശ്യം കൂടി നിർത്താൻ ആഗ്രഹിക്കുന്നു. കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ ദൈവനിയോഗം എത്ര രസകരമായിരുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളൊരു 10, 15, 20 അരമണിക്കൂറോ നിങ്ങൾ ടൈം ഞാൻ വിട്ടുതരികയാണ്. നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ വെളിപ്പാട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൻ്റെ വെളിപ്പാട് ഇന്ന് രാത്രി നിങ്ങൾ രാത്രി പ്രാപിച്ചിട്ടേ ഉറങ്ങാവൂ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്ത് കർത്താവ് ഈ ദൂത് ഞങ്ങളുടെ പാസ്റ്ററോട് ദൈവം പറഞ്ഞു, പാസ്റ്റർ ഒട്ടും മറയ്ക്കാതെ ഞങ്ങളോട് പറഞ്ഞു, ഇറ്റ് ഇസ് എ റിയൽ റെവലേഷൻ ആണ്. പക്ഷെ എന്നോട് ഒരു ദൈവം പ്ലീസ് സ്പോക്ക് മീ ഗാഡ്, ദൈവം നീ എന്നോട് സംസാരിക്കാമോ? നീ എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ അല്പം കൂടി ഉറപ്പ് പ്രാപിക്കാൻ പറ്റുക. അമ്മയും മോളും ഇപ്പം നിൽക്കുന്നത് ആമ കൊയ്യാനുള്ള വയലിലാണ്. അമ്മ പറയുന്നു, പ്രവാചകൻ പറഞ്ഞ വാക്ക് പറയുന്നു, മോളെ നമ്മൾ വിതയ്ക്കാത്തത് കൊയ്യാൻ വന്നിരിക്കുന്നു, മോളെ നമ്മൾ നടാത്തത് പ്രാപിക്കാൻ വന്നിരിക്കുന്നു, മോളെ നമ്മൾ കുടിക്കാത്ത വെള്ളം കുടിക്കാൻ വന്നിരിക്കുന്നു, അവൻ നമ്മൾ പണിയാത്ത വീട്ടിൽ പാർക്കാൻ വന്നിരിക്കുന്നു. എൻ്റെ വിശ്വസ്തനാണ്. എന്താ ഇതിൻ്റെയൊക്കെ പുറകിൽ? ഇറ്റ്സ് എ സ്ട്രോങ് ഡിസിഷൻ. എന്താ ഡിസിഷൻ? യു ആർ ഗോഡ്സ് മൈ ഗാഡ്. അപ്പം നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം. ഇറ്റ്സ് റിയൽ ഡിസിഷൻ ആണ് അത്. ആമേ ലോങ് ലൈഫ് ഡിസിഷൻ ആണ് അത്. ആമേ 50% അല്ല, 100% ആമേ സ്ട്രോങ് ഡിസിഷൻ ആയിരുന്നു. ആ സ്ട്രോങ് ലിവ് ആമേ അത് ജനറേഷൻ ടു ജനറേഷനിലേക്ക് നിൽക്കുന്ന ഡിസിഷൻ ആയിരുന്നു. അപ്പം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കുക, ആ ഡിസിഷൻ എങ്ങോട്ടൊക്കെ മാറി, ആ തീരുമാനം എങ്ങോട്ടൊക്കെ എത്തിച്ചു. അത് തലമുറ, 1000 തലമുറ വരെ മോവാബ്യർക്ക് പള്ളി കയറുന്ന പ്രസ്ഥാനത്ത് 1000 തലമുറകൾ ആമേ ഇവിടെ ആമേ രൂത്ത് നിമിത്തം ആമേ അനുഗ്രഹം പ്രാപിച്ച ചരിത്രമാണ്. 1000 തലമുറകൾ ആലയത്തിൽ കയറാൻ തക്ക ഭ്രഷ്ട് കൽപ്പിച്ച സ്ഥാനത്ത് 1000 തലമുറ വരെ അനുഗ്രഹം കൊടുക്കുന്ന ഒരു അമ്മയാക്കി ദൈവം രൂത്തിനെ തീർത്തു. ഹല്ലേലൂയ. എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദീന ചിറകാടിയിൽ. എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും കഷ്ടനഷ്ട രോഗ ദുഃഖം വന്നിടും നേരോ, ഇഷ്ടനായ ഗേനാമേശു ആശ്വാസമേകോ. കഷ്ടനഷ്ട രോഗ ദുഃഖം വന്നിടും നേരോ, ഇഷ്ടനായ ഗേനാമേശു ആശ്വാസമേകോ. കഷ്ടതയേറ്റ പ്രിയ കൂടെയുള്ളതാൽ പോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ. ഓയ് കഷ്ടത ഏറ്റ പ്രിയൻ കൂടെയുള്ളതാൽ പോയിടാം ധൈര്യമായ നാഥൻ. ഒരു പ്രാവശ്യം എഴുന്നേറ്റ് നിൽക്കാമോ? എൻ്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടും അനുദീന ചിറകാടിയിൽ.
ഓ എന്റെ ദൈവമെല്ലാം നാളും അനന്യൻ തന്നെ അടച്ചിടുമാനു ദീനം ഭാരം നിത്യം ചുമക്കുന്നത് ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ എഴകളിൻ ഭാരം നിത്യം ചുമക്കുന്നത് ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നേ നാവ് പോരാ വർണ്ണിച്ചിട നന്മയോരൊന്നു നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നപ്പാ ഓ നാവ് പോരാ വർണ്ണിച്ചിട ഓ നന്ദി കൊണ്ടെന്റെ ഉള്ളം നിറയുന്നപ്പാ ആമേൻ എന്റെ ദൈവം എല്ലാ നാളുമാണ് ഓ അനച്ചിടും കരമടിച്ചു പറയാമോ എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ അനച്ചിടും അനുദീൻ ചിറകാടിയ ഓ കേൾക്കും പ്രിയ ശബ്ദം വാനവീരമിൽ അന്നു മാറും എന്റെ കണ്ണ് സമ്പൂർണമായി ഓ എന്ന് കേൾക്കും പ്രിയ ശബ്ദം ഓ അങ്ങ് തീരും എന്റെ കണ്ണ് സമ്പൂർണമായേ മണിയാരവാസം പൂകി ആനന്ദിച്ചിടാം വാഞ്ചിക്കുന്നെന്റെ ഉള്ള നിരന്തരമാ ഓ മണിയാരവാസം പൂകി ആനന്ദിച്ചിടാം വാഞ്ചിക്കുന്നെന്റെ ഉള്ള മണിയറ ഓ മണിയാരവാസം പൂകി ആനന്ദിച്ചിടാം വാഞ്ചിക്കുന്നെന്റെ ഉള്ള നിരന്തരമായി ആമേൻ മണിയാരവാസം പൂകി ആനന്ദിച്ചിടാം വാഞ്ചിക്കുന്നെന്റെ ഉള്ള നിരന്തരമായി ആമേൻ മണിയാര ചിന്നപദ പദ ഗൗശബല പചേന വംശബല അന്നപദ നമശബല പചിന പദം ചടബാധന വംശബല ഓ മണിയാര ഉദപദ വംശബല ഗശലവ തുദാദന ചിന്നപദനം ശബലഗനഗം ശംധരാദന ഹൈദബതുദപദവ ശംധരാദന ഹൈദബൻ ശലഗതുനാജഗ ശംധരാദന അസ്കര കരങ്ങൾ അടിച്ച് ആത്മാവിൽ പറയാ എന്റെ കഷ്ടങ്ങൾ മാറാ സമയമായി എന്നെ കൊണ്ട് യവകൊയ്ത്തിന്റെ ആരംഭത്തിൽ കൊണ്ടെത്തിച്ച് മോവാബിന്റെ കഷ്ടങ്ങളും മോവാബിന്റെ നഷ്ടങ്ങളും മോവാബിന്റെ കരച്ചിലുകളും മോവാബിന്റെ പല്ലുകറികളെയും ബെത്ലേഹേമിൽ കൊണ്ടിട്ട് എന്നെ ഉയർത്തുവാൻ ദൈവത്തിന് പ്രസാദമായതുപോലെ ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം എന്റെ ദാരിദ്ര്യം മാറ്റി എന്റെ കഷ്ടം മാറ്റി താഴ്ച മാറ്റി എന്റെ വിലാപം നൃത്തമാക്കി സന്തോഷം ഉടിപ്പിച്ച് എന്നെ ആനന്ദിപ്പിക്കുന്ന ദൈവത്തിന്റെ കരത്തിനായി